മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ആരാധനക്രമ വർഷമായി ആചരിക്കുന്ന ഈ വേളയിൽ MCYM പത്തനംതിട്ട ഭദ്രാസനമൊരുക്കുന്നു ആരാധനക്രമ പഠനം. മലങ്കരയുടെ വാനമ്പാടി ആരാധനക്രമ പണ്ഡിതൻ ആബൂൻ കുര്യാക്കോസ് മോർ ഒസ്താത്യോസ് തിരുമേനിയുമായുള്ള അഭിമുഖം. മാതാവിനോടും പരിശുദ്ധന്മാരോടും നമുക്ക് എപ്പോഴും ബഹുമാനവും ആദരവുമുണ്ട്. മാതാവിൻ്റെ ജപമാല നല്ല ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയാണ്. കത്തോലിക്ക സംസർഗത്തിലൂടെ നമുക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹമാണ്. സ്വർഗീയവും ആത്മീയവുമായ സുറിയാനി ആരാധനക്രമത്തെ അറിയുവാനും അനുഭവിക്കുവാനും അർത്ഥപൂർണമായി ആഘോഷിക്കുവാനും അതിലുപരി ആരാധനക്രമം അധിഷ്ഠിതമായി ജീവിതം നയിക്കുവാനും നമ്മെ പ്രാപ്തരാക്കുന്നു. ദൈവപുത്രൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുന്നത് അവനെ സ്നേഹിക്കുന്നവർക്ക് ജീവ തുറമുഖത്ത് ചെന്നു പറ്റുന്നതിന് തുല്യം ആശ്വാസകരമാണ്. സ്നേഹമുള്ളവരെ, മലങ്കര സുറിയാനി കത്തോലിക്ക സഭ 2030 പുനരൈക്യ ശതാബ്ദി ആഘോഷിക്കുകയാണ്. അതിനു മുന്നോടിയായി ഈ കാലഘട്ടത്തിൽ നമ്മൾ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ വചനവർഷമായി ആചരിച്ചു. വിശുദ്ധ ലിഖിതത്തിലെ കർത്താവിനെ മനസ്സിലാക്കുവാനും വചനാധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കേണ്ടത് എങ്ങനെയെന്ന് നാം മനസ്സിലാക്കി. ഈ വർഷം മലങ്കര സഭ ആരാധനക്രമ വർഷമായി ആചരിക്കുമ്പോൾ ആരാധനക്രമത്തെ പഠിക്കുവാനും ആരാധനക്രമത്തിലൂന്നിയ ഒരു ജീവിതം നയിക്കുവാനും നാം ശ്രമിക്കണം. MCYM പത്തനംതിട്ട ഭദ്രാസനം ഈ ആരാധനക്രമ വർഷത്തിൽ വിവിധ കർമ്മപരിപാടികളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ആരാധനക്രമത്തെക്കുറിച്ചുള്ള ഈ പോഡ്കാസ്റ്റിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ഈ പോഡ്കാസ്റ്റിലായിരിക്കുന്നത് യൂറോപ്പിൻ്റെ അപ്പസ്തോലിക് വിസിറ്റേറ്റർ നവാഭിഷിക്ത കുര്യാക്കോസ് മോർ ഒസ്താത്യോസ് തിരുമേനിയാണ്. ഈ ആരാധനക്രമ വർഷത്തിൽ നമുക്ക് ലഭിച്ചൊരു സമ്മാനമാണ് അഭിമന്യ പിതാവ്. ആരാധനക്രമത്തെ പഠിക്കുകയും പഠിപ്പിക്കുകയും അതിലധിഷ്ഠിതമായി ജീവിക്കുകയും ചെയ്യുന്ന അഭിമന്യ പിതാവിനെ ഈ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. ആമേൻ. ബാറക്കുമോർ പിതാവേ. ആലോഹന ബാറേക്ക്. പിതാവേ, ഇപ്പോൾ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു സംശയം തോന്നിക്കാണും, ഞാൻ എന്തുകൊണ്ട് ബാറക്കുമോർ പറഞ്ഞു പിതാവിന് മറുപടിയായി ആലോഹന ബാറേക്ക് മറുപടിയായി നൽകി. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ബാറക്കുമോർ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം ലോർഡ് ബ്ലെസ് മീ അല്ലെങ്കിൽ ഗുരു ആശീർവദിച്ചാലും എന്നാണ്. ആലോഹന ബാറേഖ് എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നാണ് അർത്ഥം. ഈ പുരോഹിതന്മാരെയും മെത്രാച്ചന്മാരെയും കാണുമ്പോൾ വിശ്വാസികൾ അവരെ അഭിസംബോധന ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ ഗ്രീറ്റ് ചെയ്യുന്നത് സുറിയാനി സഭയിൽ ബാറക്കുമോർ എന്ന് പറഞ്ഞാണ്. ബാറക്കുമോർ എന്ന് പറയാൻ കാരണം പുരോഹിതന്മാരും അതുപോലെ തന്നെ മേൽപ്പട്ടക്കാരും വിശ്വാസികൾക്ക് ആശീർവാദം കൊടുക്കുന്ന ആൾക്കാരാണ്, വിശ്വാസികളെ ആശീർവദിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ആശീർവാദം കൊടുക്കുന്ന ഒരാളിനെ കാണുമ്പോൾ വിശ്വാസി താല്പര്യപൂർവ്വം ഗുരു ലോർഡ് ആശീർവദിക്കുക, ലോർഡ് ബ്ലെസ് മീ എന്നാണ്. അപ്പോൾ അതിന് മറുപടി പുരോഹിതൻ പറയുന്നത് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന്. കാരണം പുരോഹിതൻ സ്വന്തം കഴിവിൽ നിന്നോ സ്വന്തം ശക്തിയിൽ നിന്നോ അല്ല വാഴ്വ് കൊടുക്കുന്നു. ഹീസ് ഓൺലി ആൻ ഏജൻറ്റ്. ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ട് സ്വർഗീയമായ വാഴ്വുകൾ മനുഷ്യരിലേക്ക് പകരുവാനായിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു ഏജൻറ്റ്, ഇൻസ്ട്രുമെൻ്റായിട്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ ഈ നമ്മളുടെ പ്രായമുള്ള അച്ഛന്മാർ നിൽക്കുമ്പോൾ പ്രാർത്ഥന ചെല്ലുമ്പോൾ ശുഭഹോ ചെല്ലുമ്പോഴൊക്കെ തൽമീദ് ഖൂൻ എന്ന് പറയാറുണ്ട്. തൽമീദ് ഖൂൻ എന്ന് പറഞ്ഞാൽ ഒരു പൂജക ബഹുവചനമാണ്. അങ്ങയുടെ ശിഷ്യൻ, തൽമീദെ എന്ന് പറഞ്ഞാൽ ശിഷ്യൻ, തൽമീദ് ഖൂൻ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ശിഷ്യൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഗുരു എന്നുള്ള നിൽക്കുന്നയാളിനെ ഗുരു എന്ന അർത്ഥത്തിലാണ് വിശേഷിപ്പിക്കുന്നത്. തൽമീദ് ഖൂൻ ശുഭോല ബോല ബ്രോ അൽ റൂഹോ കാദീശോ എന്ന് പറയാറുണ്ട്. സീനിയർ മെത്രാച്ചനുണ്ടെങ്കിൽ ജൂനിയർ മെത്രാച്ചൻ പ്രാർത്ഥന ചെല്ലുമ്പോൾ ശുഭഹോ ചെല്ലുമ്പോൾ അങ്ങനെ പറയാറുണ്ട്. അതുപോലെ സീനിയർ വൈദികരുള്ളപ്പോൾ ജൂനിയർ വൈദികൻ ശുഭഹോ ചൊല്ലുകയാണ്, അങ്ങനെ പറയുന്ന ഒരു പാരമ്പര്യം ഉണ്ട്. പിന്നെ അതിനുള്ളൊരു പ്രായോഗിക ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ തൽമീദ് ഖൂൻ പറഞ്ഞിട്ട് ശുഭഹോ ആ പാട്ടിൻ്റെ ഈണത്തിൽ ചൊല്ലാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലർ ചെറുകെ പറഞ്ഞ് കുരിശ് വരച്ചിട്ട് തൽമീദ് ഖൂൻ പറയാറുണ്ട്.
അതുകൊണ്ട് അനുബന്ധമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ ഓക്കെ. പിതാവേ, നമ്മളിപ്പോൾ നോമ്പിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് കിടക്കുന്നത്. നമുക്കറിയാം, നമ്മൾ 50 നോമ്പ് അനുഷ്ഠിക്കുന്നു. എന്നാൽ ലത്തീൻ സഭയിലായിക്കോട്ടെ, അവർ 40 നോമ്പാണ് അവർ അനുഷ്ഠിക്കുന്നത്. നമുക്ക് 50 നോമ്പ്, അവർക്ക് 40 നോമ്പും. അതിൻ്റെ വ്യത്യാസം എങ്ങനെയാണ്? നമ്മുടെ നോമ്പനുഷ്ഠാനം എങ്ങനെയാണ്? സത്യത്തിൽ 50 നോമ്പെന്ന് പറഞ്ഞാൽ തെറ്റാ. 40 ദിവസത്തെ നോമ്പ് കഴിഞ്ഞാൽ ബാക്കി 10 ദിവസം കഷ്ടാനുവാഴ്ചയുടെ ഈസ്റ്റർ വരെയുള്ള കൂട്ടി 50 എന്ന് പറയും. 40 ദിവസമാണ് നമ്മുടെ നോമ്പ്. ഈ 40-ന് പ്രത്യേകതയുണ്ട്. മോശ 40 ദിവസം നോമ്പ് ആചരിച്ചു. അതിൻ്റെ അവസാനത്തിലാണ് അവന് കൽപ്പലകളെ പ്രാപിച്ചത്. ഏലിയ നോമ്പ് നോറ്റു, കർത്താവ് നോമ്പ് നോറ്റു. 40 ദിവസത്തെ പ്രളയം, 40 ദിവസം കർത്താവ് പുനരുത്ഥാനത്തിന് ശേഷം ഭൂമിയിലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ 40-ൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. 40 എന്ന സംഖ്യ അത് വേദപുസ്തകത്തിൽ കുറേ ഉണ്ട്. നമ്മുടെ നോമ്പിലെ പ്രമേയൻ സദറ എല്ലാ ദിവസവും പ്രത്യേകം പ്രമേയൻ സദറ ഉണ്ട്. ഓർത്തഡോക്സുകാർക്കും യാക്കോബക്കാർക്കും അത് അവർ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഞായറാഴ്ചത്തേത് മാത്രമേ ഉള്ളൂ ഉപയോഗിക്കുന്നത്. ബാക്കി ദിവസങ്ങളിൽ ഒരു ദിവസത്തേത് അതിൻ്റെ അകത്ത് ആ പ്രാർത്ഥനാ പുസ്തകത്തിൽ വെച്ചിരിക്കുന്ന നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. ശരിക്കും 40 ദിവസത്തെ നോമ്പ്, 40 നോമ്പ് പ്രാർത്ഥന ഇരുന്ന് എങ്ങനെയാണ്? 40 നോമ്പ് നോക്കുക നീ, തീറ്റുക ദിനമില്ലാത്തവരെ, ഈശോയോടൊപ്പം നീ പ്രാർത്ഥിക്കുക ദിനമേഴും. അപ്പോൾ നോമ്പിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പ്രാർത്ഥനയിൽ പറയുന്ന ഈ പാട്ടാണ്. 40 നോമ്പ് നോക്കുക നീ, തീറ്റുക ദിനമില്ലാത്തവരെ, ഈശോയോടൊപ്പം നീ പ്രാർത്ഥിക്കുക ദിനമേഴും. അതാണ് നമ്മെ സംബന്ധിച്ച് നോമ്പിനെക്കുറിച്ച് വളരെ സംക്ഷിപ്തമായിട്ടും കാവ്യാത്മകമായിട്ടും എഫ്രൈം പറഞ്ഞിരിക്കുക. 40 ദിവസത്തെ നോമ്പ് നോക്കുക, ഭക്ഷണമില്ലാത്തവർക്ക് നീ ഭക്ഷണം കൊടുക്കുക. ഈശായിയുടെ സുതൻ, അതാണ് ദാവീദ്. ദാവീദിനെ പോലെ 7 യാമങ്ങളിൽ നീ പ്രാർത്ഥിക്കുക. അപ്പം നമുക്ക് സുറിയാനി സഭയിൽ നമുക്ക് 40 നോമ്പിൽ പ്രാർത്ഥിക്കുവാനുള്ള പ്രാർത്ഥനകൾ, ദീർഘമായ പ്രാർത്ഥനകൾ സന്യാസികൾക്കും സന്യാസിനികൾക്കും വൈദികർക്കും ശമാശന്മാർക്കും ഉണ്ട്. അത് ഓരോ ദിവസവും പ്രത്യേകം പ്രാർത്ഥനകൾ. അതിൻ്റെ ഒരു മിനിയേച്ചർ ഫോം വിശ്വാസി കൊടുത്തിട്ടുണ്ട് ആത്മീക പോഷണത്തിനും നോമ്പാചരിക്കാനും. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ സന്ധ്യാ നമസ്കാരത്തിലും അതുപോലെ തന്നെ പ്രഭാത നമസ്കാരത്തിലും നോമ്പിലെ പ്രാർത്ഥനകൾ ഇതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാക്കി നോമ്പിൻ്റെ 3-ാം മണിയും 6-ാം മണിയും 9-ാം മണിയും പ്രത്യേകം. അപ്പോൾ നമ്മൾ 40 നോമ്പ് നോക്കുമ്പോൾ നമ്മൾ ഉപവസിക്കണം. ഭക്ഷണത്തിൽ നിന്നുള്ള വർജനയുണ്ട്. അത് മത്സ്യം, മാംസം, മുട്ട, പാല്, പാലിൻ്റെ ഉൽപ്പന്നം, ശരിക്കത്തെയാണ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വർജിക്കേണ്ടത്. അതാണ് വർജ്യം എന്ന് പറയുന്നത്. ഉപവാസം എന്ന് പറഞ്ഞാൽ അടുത്ത് വസിക്കുക എന്നുള്ളതാണ്. ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ ഭക്ഷണത്തിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, ഭക്ഷണം കൂടുതൽ കഴിക്കും തോറും നമ്മളുടെ കണ്ണുകൾ അടഞ്ഞു പോകാൻ, ഉറക്കക്ഷീണം, നിദ്രാഭാരം. അത് നമുക്ക് മാത്രമല്ല പരിശുദ്ധ ശ്ലീഹന്മാർക്കും ഉണ്ടായിരുന്നതാണ്. പെസഹായിലെ നല്ല ഭോജനം കഴിച്ചതിന് ശേഷം 12 പേരുടെ കൂട്ടത്തിൽ കർത്താവിൻ്റെ ഇന്നർ സർക്കിളുകളിൽ 3 പേരെ കൂട്ടിക്കൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിക്കാനായിട്ട് ഗത്സമനിയിൽ പോയത്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. അവരെ ഇരുത്തിയിട്ട് ഒരു കല്ലേറ് മാറി കർത്താവ് രക്തം വീർത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഈ അപ്പസ്തോലന്മാർ കർത്താവ് ഹൃദയവേദനയോട് പ്രാർത്ഥിച്ചപ്പോൾ അവർ ഉറങ്ങിപ്പോയി. കാരണം ശരീരം കൂടുതൽ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ആലസ്യം ഉണ്ടാകുകയും നമുക്ക് ഉറക്കം വരികയും. അതുകൊണ്ട് സാധാരണ പറയുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ കണ്ണുകൾ അടഞ്ഞു പോകുമെന്ന് എന്ന് പറഞ്ഞാൽ ഉറങ്ങിപ്പോയി. നമുക്ക് നിദ്രയിൽ പോകും, നമ്മൾ കുറച്ചുകൂടെ സുഖലോലുപരായിത്തീരും. അതിൽ നമ്മളെ ഉണർത്തിയിരുത്താൻ വേണ്ടിയിട്ടാണ്, ഉണർവുള്ളവരായിട്ട് ഇരുത്താൻ വേണ്ടിയാണ് ഭക്ഷണം നമ്മൾ വെടിയുന്നു. മത്സ്യമാംസാദികളും പാലിൻ്റെ ഉൽപ്പന്നങ്ങളും അതാണ് ഏറ്റവും ഐഡിയലായിട്ട്. പിന്നെ അത് ഓരോരുത്തരും അവരവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ചെയ്യാം. പക്ഷേ നമ്മുടെ നോമ്പിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നോമ്പ് എല്ലാവരും അനുഷ്ഠിക്കണം. എക്സെപ്ഷനായിട്ടുള്ളത് ഗർഭിണികളും കഠിന വേല ചെയ്യുന്നവർക്കും എക്സെപ്ഷൻ. കാരണം ഗർഭിണികൾക്ക് ഉള്ളിൽ കിടക്കുന്ന ശിശുവിന് ഭക്ഷണം ഈ അമ്മ കഴിക്കുന്നത് കിട്ടുള്ളൂ. അതുകൊണ്ട് അവരെ ഇതിൻ്റെ അകത്ത് ഫാസ്റ്റ് ചെയ്യാനൊക്കത്തില്ല. കഠിന വേല ചെയ്യുന്നവർ, ഈ കായികാധ്വാനം ഒത്തിരിയുള്ള ചെയ്യുന്ന അവർക്ക് കലോറി വേണം. അതുകൊണ്ട് അവർക്ക് ഭക്ഷണം കഴിയും. അല്ലാത്ത ബാക്കിയുള്ള എല്ലാവരും ഈ നോമ്പ് ശരിക്കും അനുഷ്ഠിക്കണം എന്നാണ് പറയുന്നത്. അത് അങ്ങനെ നമ്മൾ അനുഷ്ഠിക്കുകയും ചെയ്യണം. പക്ഷേ ചിലർക്ക് എക്സെപ്ഷൻ ആയിട്ടുള്ളത്, ഉദാഹരണം പറഞ്ഞാൽ BP ഉള്ളവർ, ഷുഗറുള്ളവർ, ഇവർക്കാർക്ക് ഉപവസിക്കാനും നോക്കത്തില്ല. ഉപവസിച്ചാൽ താഴ്പ്പം. അപ്പോൾ അവരൊക്കെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ
എക്സെപ്ഷനാണ്. പണ്ടാണ് അങ്ങനെ പറഞ്ഞിരുന്നത്. പണ്ട് BP ഷുഗറൊന്നും അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഈ ഗർഭിണികളും കഠിന വേല ചെയ്തിരുന്നു. ഇപ്പോൾ ഇവരെയും കൂടെ ആ കൂട്ടത്തിൽ കൂട്ടണം, അല്ലെങ്കിൽ അവർ വീണ് അവർക്ക് അപകടം സംഭവിക്കും, അല്ലെങ്കിൽ മരണം സംഭവിക്കും. അല്ലാതെ ആരോഗ്യമുള്ളവർ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. അതുപോലെ 7 യാമങ്ങളിൽ നമ്മളെ നോമ്പിലെ പ്രാർത്ഥനകൾ, അതിന് നമ്മൾ മുടക്കം വരുത്തരുത്. ഇനിയും സന്ധ്യയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടില്ലെങ്കിൽ രാത്രിയിലാണെങ്കിലും പ്രാർത്ഥിക്കണം. ഉച്ച നമസ്കാരം പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ നമ്മൾ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തീർത്തിച്ച് ഈ 7 യാമങ്ങളിലെയും പ്രാർത്ഥനകളെ ഈ നോമ്പ് കാലത്തെ വളരെ നിഷ്ഠയോടുകൂടെ നമ്മൾ അനുഷ്ഠിക്കണം. അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, അത് പദം പിരിച്ചു പറഞ്ഞാൽ അറിഞ്ഞ് നിഷ്ഠയോടുകൂടെ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ അനുഷ്ഠാനത്തെക്കുറിച്ച് പലരും എന്തോ അനുഷ്ഠാനങ്ങളാണെന്ന്, പക്ഷേ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അവരിതിനെ ഒരു പുച്ഛിച്ച് പറയുന്നത്. അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നു. അർത്ഥം മനസ്സിലായിട്ട് അത് നിഷ്ഠയോടുകൂടെ ചെയ്യുന്നതാണ് അനുഷ്ഠാനം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി നിഷ്ഠയോടുകൂടി പ്രവർത്തിക്കുന്നതാണ് അനുഷ്ഠാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോമ്പിൻ്റെ അനുഷ്ഠാനങ്ങൾ ഇതൊക്കെയാണ്. നോമ്പിലുള്ളത് പ്രാർത്ഥന, ഉപവാസം, ആത്മനിയന്ത്രണം, ദാനധർമ്മം, പ്രാർത്ഥന, ഇത്രയും കാര്യങ്ങളുണ്ട്. ആത്മനിയന്ത്രണം എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് ഉപവസിച്ചിട്ട് നമ്മളുടെ മനസ്സ് ലോകകാര്യങ്ങളിൽ വ്യാപരിക്കുകയും വഞ്ചനയും അസൂയയും സ്പർദ്ധയും അല്ലെങ്കിൽ വ്യർത്ഥ വിചാരങ്ങളും മായാമോഹങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ദുഷിച്ച ചിന്തകളും മോശമായ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നോക്കത്തില്ല. അതുപോലെ തന്നെ നോമ്പ് കാലത്ത് നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് മാത്രമല്ല അബ്സ്റ്റെയിൻ ചെയ്യേണ്ടത്. നമ്മൾ ലോകകാര്യങ്ങൾ പലതുണ്ട്. ഇന്നിപ്പം ഭക്ഷണത്തിൽ നിന്ന് ഉപവസിക്കുന്ന ഒരു പക്ഷേ എടുപ്പാണ്. പക്ഷേ നമ്മളുടെ ചിലത് ഈ ഇൻ്റർനെറ്റിൽ അടിമപ്പെട്ട് കിടക്കുന്നുണ്ട്. അവരതിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ട് നമ്മുടെ മനസ്സ് മുഴുവൻ ഈ ലോകകാര്യങ്ങളിൽ വ്യഗ്രതയോടുകൂടെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിൽ വിശുദ്ധി വ്യാപരിക്കത്തില്ല. വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ചൈതന്യം നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുക എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുക, ജീവിക്കുക എന്നൊക്കെ പറയാനാണ്. അപ്പോൾ നമ്മളുടെ ആത്മാവിലും മനസ്സിലും ചിന്തകളും അത് നിർമ്മലമായിരിക്കുമ്പോഴാണ് ദൈവികമായിട്ടുള്ള കൃപയും ദൈവികമായിട്ടുള്ള വ്യാപാരങ്ങളും നമ്മുടെ ഹൃദയത്തിൽ വരുന്നത്. അങ്ങനെ ദൈവിക വ്യാപാരം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വിശുദ്ധരായിത്തീരുന്നത്. ആ വിശുദ്ധിയുള്ളവരിലേക്കാണ് ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി വരുന്നത്. അപ്പം നമ്മൾ ഈ വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഈ സെക്ഷുവൽ സെൻസ് എന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്. അത് പാപമാണ്. എന്നാൽ അതിനേക്കാൾ പാപപരമായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. മാരകമായ അസൂയ എന്ന് പറഞ്ഞാൽ മരണത്തെ ക്ഷണിച്ചു വരുന്നത്. അത് പറയാൻ കാരണം ആദ്യത്തെ കൊലപാതകം അസൂയയിൽ നിന്നാണ്. ഹാബേലിനെ കായൻ കൊന്നത് അസൂയ മൂലമാണ്. അതുകൊണ്ട് മാരകമായ അസൂയ. ഈ അസൂയ മനസ്സിലുണ്ടെങ്കിൽ, സ്പർദ്ധയുണ്ടെങ്കിൽ, മനസ്സിനെ നിയന്ത്രിക്കാനൊക്കുന്നില്ലെങ്കിൽ, ലോകകാര്യങ്ങളിൽ വ്യാപരിക്കുന്നുവെങ്കിൽ, ലോകത്തിലുള്ള എല്ലാത്തിലും നമ്മൾ തുറന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് നിർമ്മലരായിരിക്കുക സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങളോട് നോ പറഞ്ഞ് നമ്മളുടെ മനസ്സിനെ ഏകാഗ്രമാക്കുകയും അങ്ങനെ പ്രാർത്ഥനയിലൂടെ നിർമ്മലീകരിക്കുകയും ദൈവത്തോട് അടുത്ത് വസിക്കുവാനായിട്ട് ഈ ഭക്ഷണക്രമവും പ്രാർത്ഥനയും നമ്മളെ ഒരു പരിധിവരെ സഹായിക്കുകയാണ്. അതതിൻ്റെ സഹായം മാത്രമാണ്. എന്നാൽ അതുവഴിയായിട്ട് ആത്മനിയന്ത്രണം ഉണ്ടായി നമ്മുടെ ആത്മാവിൻ്റെ ചിന്തകളെയും സംശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് വ്യാപരിക്കുമ്പോഴാണ് നമ്മൾ വിശുദ്ധരായിത്തീരുന്നത്. ആ ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയാണ് നമ്മളെ ഈ വിശുദ്ധിയോടുകൂടെ കർത്താവിൻ്റെ പെസഹായിലേക്കും അതുപോലെ തന്നെ അവൻ്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുവാനും പുനരുത്ഥാനത്തിൻ്റെ മഹത്വം ആസ്വദിക്കുവാനും സാധിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് 40 ദിവസമാണ് ഉപവാസം. ഈ ഉപവാസത്തിൻ്റെ ദിവസങ്ങളിൽ നമ്മുടെ സഭയിലുള്ള ഒരു അനുഷ്ഠാനമാണ് 40 കുമ്പിടിയിൽ. അല്ലാത്ത ദിവസങ്ങളിൽ ഞായറാഴ്ചകളിലും മാറാനായ പെരുന്നാളുകളിലും അതുപോലെ തന്നെ ഈസ്റ്റർ മുതൽ പെന്തക്കോസ്ത് വരെയുള്ള കാലങ്ങളിലും നമ്മൾ കൗമാ പ്രാർത്ഥന ചൊല്ലുമ്പോഴും സർവശക്തിയുള്ള വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോഴും കർത്താവിൻ്റെ ബഹുമാനം തൻ്റെ സ്ഥാനത്തേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കുമെന്ന് പറയുമ്പോൾ 3 പ്രാവശ്യം കുമ്പിടുന്ന പതിവുണ്ട്. എന്നാൽ ഈ ഞായറാഴ്ചയും മാറാനായ പെരുന്നാളുകളിലും അതുപോലെ തന്നെ ഈസ്റ്റർ മുതൽ പെന്തക്കോസ്ത് വരെയുള്ള സമയത്ത് കുമ്പിടിയില്ല. എന്നാൽ നോമ്പ് കാലത്ത്
നമ്മൾ ഈ സാധാരണ കുമ്പിടിയിൽ കൂടാതെ ഉച്ചനമസ്കാരത്തിന് ശേഷം 40 കുമ്പിടിയിൽ നിർത്തിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ദൈവത്തിനു മുൻപാകെ താഴ്ത്തി നമ്മൾ ശിരസ് ഭൂമിയിൽ മുട്ടിച്ച് നമ്മൾ ദൈവത്തോട് കരുണയപേക്ഷിക്കുക. കർത്താവെ ഞങ്ങളോട് കരുണയായിരിക്കുന്നു കുറിയലാശം. കർത്താവെ ദയതോന്നി ഞങ്ങളോട് ഉത്തരമരളി കൃപ ചെയ്ത് ഞങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കണമേ, കരുണ ചെയ്യണമെന്ന് മോറാൻ ഇസ്രാഹാം മേലാൻ, മോറാൻ ഹുസ്രാഹിം മേലാൻ, മോറാൻ ഇനൂറാഹിം. അങ്ങനെ 40 കുമ്പിടിയിലാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ 40 ദിവസത്തെ നോമ്പിനെയും ആ 40 സംഖ്യ അത് പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് അങ്ങനെ 40 കുമ്പിടി കിടന്നത്. ശരിക്ക് കുമ്പിടുക എന്ന് പറയുന്നത് ഓരോ പ്രാവശ്യവും എഴുന്നേറ്റ് നമ്മൾ സാഷ്ടാംഗ പ്രണാമം ചെയ്യും. അങ്ങനെ ചെയ്യാൻ സാധിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവരാണ് മുട്ടുകുത്ത് നിന്ന് 40 കുമ്പിടിയിൽ നിലത്ത് ശിരസ് മുട്ടിച്ച് കുമ്പിടിയിൽ നടത്തും. അത് ഒരു അനുഷ്ഠാനമാണ്. നമ്മളെ തന്നെ ദൈവത്തിന് മുൻപാകെ താഴ്ത്തി ദൈവത്തോട് കരുണയപേക്ഷിക്കുകയാണ്. കാരണം ഞാൻ പാപിയാണെന്ന് ഏറ്റു പറഞ്ഞ് എന്നെ തന്നെ താഴ്ത്തിയാണ്. കർത്താവിൻ്റെ സമയത്ത് കുഷ്ഠരോഗി വന്ന് അവനെ താണു വണങ്ങിയിട്ടാണ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. അതേ ഒരു മനോനിലയാണ് നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോഴും ഞാൻ പറയുകയാണ്, ഞാൻ സമ്മതിച്ചേറ്റവും ഞാൻ പാപിയാകുന്നു, എനിക്ക് നിൻ്റെ കരുണ ആവശ്യമുണ്ട്, നീ എന്നോട് കരുണയായിരിക്കണമെന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ദൈവത്തിന് മുമ്പാകെ താഴ്ത്തുന്നു. ഇതാണ് നോമ്പിൻ്റെ ഒരു അനുഷ്ഠാനം. അപ്പോൾ ഈ 40 ദിവസം ഭക്ഷണത്തിൽ നിന്നുള്ള വർജന, 7 യാമങ്ങളിലെ പ്രാർത്ഥന, ആത്മനിയന്ത്രണം, നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്ന അശുദ്ധമായ ഒന്നും എന്ന് പറഞ്ഞാൽ സെക്ഷൽ തോട്ട്സ് എന്ന് മാത്രമല്ല, മറ്റനേകം കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വ്യർത്ഥ വിചാരങ്ങൾ വരാം. മറ്റുള്ളവരെക്കുറിച്ച് അസൂയ തോന്നാം, മറ്റുള്ളവരെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ അഹങ്കാരം വരാം, ഇതെല്ലാം വരാം. ഇത് വരുന്നതെല്ലാം നമ്മളുടെ വിശുദ്ധിയെ ബാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വിശുദ്ധി എന്ന് പറയുമ്പോൾ പൊതുജന സാമാന്യം മനസ്സിലാക്കുന്നത് അബ്സ്റ്റൈനിങ് ഫ്രം സെക്ഷൽ സിൻസ് എന്ന് മാത്രം, അതല്ല, അത് പാപമാണ്. പക്ഷേ അതിനേക്കാൾ മാരകമായ പാപങ്ങൾ ഒത്തിരിയുണ്ട് മനസ്സിൻ്റെ വ്യാപാരത്തിൽ. അതുകൊണ്ട് ഈ പാപ സാഹചര്യങ്ങളെ ഒഴിവാക്കുക എന്നുള്ളത്, ഈ യൂറോപ്പിലൊക്കെ അവർ ഈ ഭക്ഷണത്തിൽ നിന്നധികം അവർക്ക് ഉപവസിക്കാൻ അത്ര എളുപ്പമല്ല. കാരണം ഈ വിൻ്റർ സമയമാണ്, നമ്മൾ നല്ലപോലെ ഭക്ഷണം കഴിച്ചാലേ കൂടുതൽ കലോറി കിട്ടത്തുള്ളൂ. കൂടുതൽ കലോറി കിട്ടുന്ന ഭക്ഷണങ്ങളാണ് മീറ്റ് ആൻഡ് ഫിഷ്, എഗ്, ചീസ് എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്യുന്നത്, അവർ ചോക്ലേറ്റ് കഴിക്കുന്നവരത് ചോക്ലേറ്റ് ഉപേക്ഷിക്കും, വൈൻ കുടിക്കുന്നവർ വൈൻ ഉപേക്ഷിക്കും. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നു പറഞ്ഞാൽ ഇങ്ങനെ ഇൻ്റർനെറ്റിലുള്ള കഥകളും കാര്യങ്ങളും എല്ലാം കാണുന്നത്, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇതെല്ലാം അവർ അതിൽ നിന്ന് അബ്സ്റ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ TV കാണുന്നത് ഉണ്ടെന്ന് വെക്കും. അങ്ങനെ ലോകവുമായിട്ടുള്ള ബന്ധം മുഴുവൻ വിച്ഛേദിച്ച് ഇതിലിട്ടിരിക്കുന്നു. അതൊരു വലിയ ത്യാഗമാണ്. നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിനെ ഒഴിവാക്കുന്നത് കുറച്ച് എളുപ്പമാണ്. പക്ഷേ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെയും വാട്സപ്പ് ഇല്ലാതെയും ജീവിക്കാൻ ഒരാളോട് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് കമ്മ്യൂണിക്കേഷൻ മീൻസ് വാട്സപ്പ് ആണെങ്കിൽ അത് ഉപയോഗിച്ചു. പക്ഷേ അതിൻ്റെ അകത്ത് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണാൻ വേണ്ടി നമ്മൾ പോകണ്ട, അല്ലെങ്കിൽ യൂട്യൂബിലും അതുപോലെ തന്നെ നെറ്റിലുമുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ പോകണ്ട. അതുവഴിയായിട്ട് നമ്മളുടെ മനസ്സിൻ്റെ ഏകാഗ്രതയെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി അബ്സ്റ്റെയിൻ ഫ്രം ഓൾ ദീസ് വേൾഡ്ലി തിങ്സ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. പിതാവേ, അപ്പോൾ നമ്മൾ നോമ്പിലൂടെ കടക്കുമ്പോൾ പകുതി ദിവസം കഴിയുമ്പോൾ നമ്മൾ ദേവാലയ മധ്യത്തിൽ ഗോകുൽത്ത സ്ഥാപിക്കുന്നു. അത് കഴിഞ്ഞ് ഹാഷാഴ്ചയിലേക്ക് വരുമ്പോൾ ഈ ഗോകുൽത്ത നമ്മൾ ക്രിസ്തുവുമായിൽ വെക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മദ്ബഹായിലേക്ക് വെക്കുന്നു. ഗോകുൽത്ത സ്ഥാപനത്തെക്കുറിച്ച് വിവരിക്കാമോ? ഗോകുൽത്തായ്ക്ക് നമ്മൾ ഗോകുൽത്ത എന്ന് പറയുന്നെങ്കിലും ഗോകുൽത്ത എന്ന് പറയാൻ കാരണം കർത്താവിനെ കുരിശിൽ തറച്ച മലയുടെ പേര് ഗോകുൽത്ത എന്ന് പറയാണ്. ഗോകുൽത്ത എന്ന സ്ഥലത്ത് തലയോടിനം എന്നർത്ഥമുള്ള ഗോൽഗുൽത്തായ്, അവിടെ അവൻ്റെ കുരിശ് നാട്ടി നിന്നു. അപ്പോൾ നമ്മുടെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ശരിക്കുള്ള പേര് മെനോർത്തോ എന്നാണ്, സ്റ്റാൻഡ് എന്നുള്ളത്. ആ സ്റ്റാൻഡിൻ്റെ മുകളിൽ കുരിശ് വെച്ചിരിക്കുന്നു. അതിൻ്റെ ഇരുവശത്തും മെഴുകുതിരികളും മർബഹാസാകളും വെച്ചിട്ടുണ്ട്. ഈ നോമ്പിൻ്റെ മധ്യത്തിൽ ഈ കുരിശ് ദേവാലയ മധ്യത്തിൽ വെച്ചിരിക്കുകയാണ്. വിശ്വാസികൾ നിൽക്കുന്ന സ്ഥലത്താണ് അത് വെച്ചിരിക്കുന്നത്. കർത്താവ് നോമ്പ് അനുഷ്ഠിച്ചത് മരുഭൂമിയിലാണെങ്കിലും അവൻ മനുഷ്യരോടുള്ള സഹവാസത്തിൽ മനുഷ്യരായി അവതരിച്ച സമയത്തുള്ള ഇതാണ്. അപ്പം മരുഭൂമിയിൽ മനുഷ്യരുമായിട്ട് ബന്ധമില്ലെങ്കിലും മനുഷ്യാവതാരത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്താണ്. അവിടെ ഈ നോർത്തോയിൽ കുരിശ് ഉയർത്തിയിരിക്കുന്നത്
മരുഭൂമിയിൽ സർപ്പദംശനമേറ്റ് മരിച്ചപ്പോൾ പിത്തള സർപ്പത്തെ മോശ ഉയർത്തി അതിൽ നോക്കിയവർ രക്ഷ പ്രാപിച്ചു. അതാണ് എൻ്റെ ഈ നോർത്തോയിൽ ഉയർത്തിയത്. നമ്മുടെ രക്ഷയുടെ അടയാളമാണ് കുരിശ്. അതുകൊണ്ട് സുറിയാനി സഭയിൽ ഈ കുരിശയിൽ എഴുതുന്ന ഒരു ഇൻസ്ക്രിപ്ഷനുണ്ട്, ഹൂർ ലവോത്ത് സാബാർ ബേഹ്. എൻ്റെ അർത്ഥം ലുക്ക് അറ്റ് ഹിം ആൻഡ് ഹോപ്പ് ഇൻ ഹിം. അവനിലേക്ക് സൂക്ഷിച്ചു നോക്കുക, അവനിൽ പ്രത്യാശ അർപ്പിക്കും. അപ്പോൾ ഈ പള്ളിയിൽ വരുമ്പോൾ ഈ കുരിശ് കാണുമ്പോൾ അതേ നോക്കുന്നു, നമ്മൾ കുരിശ് വരയ്ക്കുന്നു, അതേൽ ചുറ്റിയിരിക്കുന്ന ഊറാറ ചുംബിച്ച് കർത്താവിനെ ചുംബിക്കുന്നതിൻ്റെ ഒരു അടയാളമായിട്ട്, ഒരു ദൃശ്യ അടയാളമായിട്ട് നമ്മൾ ചെയ്യണം. അതിൻ്റെ ഇരുവശങ്ങളിലും കത്തിച്ച മെഴുകുതിരി വെച്ചിരിക്കുന്നത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതിൻ്റെ ഇരുവശങ്ങളും 2 മർബഹാസാകൾ വെച്ചിട്ടുണ്ട്. അത് കർത്താവ് മരുഭൂമിയിൽ ആയിരുന്നപ്പോഴും അവൻ മാലാഖമാരാൽ പരിസേവിതനായിരുന്നു. കർത്താവ് ഭൂമിയിൽ മനുഷ്യനായിരുന്നപ്പോഴും അവൻ്റെ ദൈവത്വത്തിൽ നിന്ന് മാറാതെയും മാലാഖമാരാൽ അവൻ പരിസേവിതനായിരുന്നുള്ളൂ. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും വേദോത്സവത്തിൽ ചുരുക്കമായിട്ട് കാണുന്നുണ്ട്. മരുഭൂമിയിലെ പരീക്ഷണത്തിന് ശേഷം മാലാഖമാർ വന്നവനെ ശുശ്രൂഷിച്ചെന്നവർ. അപ്പോൾ മാലാഖമാർ എപ്പോഴും ഇങ്ങനെ അകലങ്ങളിലുണ്ട് കർത്താവിൻ്റെ. ചില സമയത്ത് അവർ അടുത്ത് വന്നു. കാരണം ദൈവത്വത്തിൽ നിന്ന് മാറാതിരിക്കുക. മനുഷ്യനാണ്, എന്നാൽ ദൈവത്വത്തിൽ നിന്ന് മാറാതിരിക്കുന്നതുകൊണ്ട് അവൻ മാലാഖമാരാൽ പരിസേവിതനായിരുന്നു ഭൂമിയിൽ. ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാലാഖമാർ ആവശ്യമെങ്കിൽ അടുത്ത് വന്ന് അവനെ ശുശ്രൂഷിക്കും. അപ്പോൾ ഈ മാലാഖമാരുടെ സാന്നിധ്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ 2 മർബഹാസ വെച്ചിരിക്കുന്നത്. ഇനി മർബഹാസ നീക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ദുഃഖവെള്ളിയാഴ്ച കർത്താവിൻ്റെ ഈ പുറത്തുകൂടെയുള്ള പ്രദക്ഷിണം, കർത്താവിൻ്റെ ക്രൂശാരോഹണത്തിൻ്റെ ഗോകുൽത്തായിലേക്കുള്ള യാത്രയെ സൂചിപ്പിക്കുന്ന കുരിശാരോഹണത്തിൻ്റെ ആ പ്രാർത്ഥനയ്ക്ക് നമ്മൾ കുരിശെടുത്തുകൊണ്ട് പോയതിന് ശേഷം വീണ്ടും വന്ന് കുരിശ് നാട്ടുമ്പോൾ ഈ നോർത്തോയിൽ നിന്ന് ഇതെടുത്ത് മാറ്റും, ഈ മർബഹാസ മാറ്റും. അതിൻ്റെ അർത്ഥം അവൻ ഒറ്റയ്ക്ക് ആപത്തിനെ നേരിട്ടാൻ. അവസാനമായി മാലാഹ കർത്താവിൻ്റെ അടുക്കൽ വന്നത് ഗത്സമനയിൽ പ്രാർത്ഥിച്ച് രക്തം വീർത്തപ്പോൾ ആകാശത്തു നിന്ന് മാലാഹ ഇറങ്ങി വന്ന് അവനെ ആശ്വസിപ്പിച്ചു. അതോടുകൂടി തീർന്നു. പിന്നീട് ശ്ലീഹന്മാരോ മാലാഹമാരോ മനുഷ്യരോ ആരും അവനോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം, ഞാൻ ഒറ്റയ്ക്ക് ആപത്തിനെ നേരിട്ടാൻ ജനതകളിൽ ആരും എന്നോടൊപ്പം ഉണ്ടായിരുന്നില്ല, എൻ്റെ കരം എനിക്ക് ബലം നൽകി. യെശയ്യാ പ്രവചനം 63. അപ്പോൾ അതുകൊണ്ട് ഈ നടുക്ക് ഹൈക്കലായുടെ നടുക്ക് വെച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം അവൻ ഭൂമിയിൽ മനുഷ്യരോടുകൂടി ആയിരുന്നപ്പോൾ അവൻ നോമ്പ് അനുഷ്ഠിച്ചു. രണ്ടാമത് ഹാഷ ആഴ്ചയിലാകുമ്പോഴത്തേന് അത് കെസ്ത്രൂമയിലേക്ക് വന്നു. കെസ്ത്രൂമ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പഴയ നിയമസഭയിൽ യെരുസലേം ദേവാലയത്തിൽ ബലിയർപ്പിച്ചിരുന്ന സ്ഥലമാണ്. അവൻ യാഗമായി അർപ്പിക്കപ്പെടാൻ പോകുന്നതിൻ്റെ സൂചനയായിട്ട് പഴയ നിയമത്തിലെ യാഗം നടത്തിയിരുന്ന സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചിരിക്കുക. ഇനിയും അതിനുശേഷം ഉയർപ്പിന് ശേഷം പിതാവിൻ്റെ വലതുവശത്തിരിക്കുന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടി അതിവിശുദ്ധ സ്ഥലത്തെ മദ്ബഹായിൽ പ്രവേശിച്ചിരിക്കാം. ഈ കഷ്ടാനുഭവ ആഴ്ചയിൽ നമ്മൾ ചുമന്ന കറുത്ത തുണി കൊണ്ടാണ് അലങ്കരിക്കുന്നത്. അതിന് മുൻപുള്ള സമയങ്ങളിൽ മുഴുവൻ നമ്മൾ കഷ്ടാനുവാഴ്ചയ്ക്ക് മുമ്പുള്ള സമയത്തും ഉയർപ്പിന് ശേഷമുള്ള സമയത്തും ചുമന്ന തുണിയാണ് നോർത്തോയിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഓരോ സമയത്തും മാറ്റി ഈ ഗോകുൽത്ത സ്ഥാപിക്കുന്നതിന് പ്രത്യേക അർത്ഥം. ജനങ്ങളുടെ ഇടയിലായിരുന്നു. അതിനുശേഷം അവനെ ബലിയർപ്പിക്കപ്പെടാൻ വേണ്ടി പഴയ നിയമ ദേവാലയത്തിലെ യാഗം നടന്നിരുന്ന ശുദ്ധസ്ഥലത്തേക്ക് വന്നു. അതിനുശേഷം മഹത്വത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലവും പർദീസായുടെ സദൃശ്യവുമാകുന്ന മദ്ബഹായിലേക്ക് പിതാവിൻ്റെ വലതുവശത്തെ അവൻ ഉപവിഷ്ടനായിരിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കാൻ ഉയർത്തെഴുന്നേറ്റ് മഹത്വത്തോടുകൂടി ഇരിക്കുന്ന കാണിക്കാൻ അതിൽ ഉറാറ ചുറ്റിന് ശേഷം ചുമന്ന തുണി കൊണ്ട് പൊതിഞ്ഞ് അതിൽ വെള്ളക്കുരിശ് വെച്ചിരിക്കുകയാണ്. അത് ചുമന്ന തുണി കർത്താവിൻ്റെ പീഡാനുഭവത്തെയും വെള്ളത്തുണി അവൻ്റെ ഉയർപ്പിനെയും സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ കൊടികളെല്ലാം ചുമന്ന തുണിയിൽ വെള്ളക്കുരിശ് അടിച്ചാണ് വെച്ചിരിക്കുന്നത്, അതിനെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ പിതാവേ. അതേപോലെ നമ്മുടെ 40-ാം വെള്ളിയും അതിനുശേഷം ലാസാന്ത ശനിയൊക്കെ നമ്മൾ ആചരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പറയാമോ? 40-ാം വെള്ളി എന്ന് പറയുന്നത്
നോമ്പ് അവസാനിക്കുന്ന ദിവസമാണ്. അന്ന് വിശുദ്ധ കുർബാനയുണ്ട്. ഈ ഓർത്തഡോക്സ് സഭയിലും യാക്കോബായ സഭയിലുമൊക്കെ നോമ്പിലെ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയില്ല. അത് കുർബാന വെക്കാത്തതിന് കാരണം കുർബാനയ്ക്ക് മുമ്പ് വരെ ഫാസ്റ്റിംഗ് ഉള്ളു, കുർബാനയ്ക്ക് ശേഷം ഫീസ്റ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആദിമസഭയിൽ ഉണ്ട് കർത്താവിൻ്റെ ദിവസം, അതാണ് കുർബാന അർപ്പിക്കുന്നത്. അന്ന് ഞായറാഴ്ചയാണ്. ഓരോ ഞായറാഴ്ച ആചരണവും കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ അനുസ്മരണമാണ്. അതുകൊണ്ട് ഞായറാഴ്ച ആചരണത്തിൽ കുമ്പിടിയിലില്ല, ഫാസ്റ്റിംഗ് ഇല്ല. എന്ന് പറഞ്ഞാൽ കുർബാനയ്ക്ക് ശേഷം ഫാസ്റ്റിംഗ് ഇല്ല. കുർബാനയ്ക്ക് മുൻപ് ഫാസ്റ്റിംഗ് ഉണ്ട്, കുർബാനയ്ക്ക് ശേഷം ഫീസ്റ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ നോമ്പിൻ്റെ ഉപവാസം മാറാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഈ തിങ്കൾ മുതൽ വെള്ളി വരെ ദിവസങ്ങളിൽ നോമ്പിലെ പ്രാർത്ഥനകൾ മാത്രം ചെല്ലുന്നു, വിശുദ്ധ കുർബാന അർപ്പിക്കുന്നില്ല. അതിനെക്കുറിച്ച് നമ്മൾ ചിലപ്പം ചോദിക്കും, നോമ്പിനേക്കാൾ വലുതല്ലേ കുർബാന എന്ന് പറയും, അങ്ങനെ ചോദിക്കാം. അപ്പോൾ അത് നമ്മളുടെ സഭയിൽ ഇപ്പം നമ്മൾ കുർബാന അർപ്പിക്കുന്നുണ്ട്, അതേസമയം നമ്മൾ വർജന നടത്തുന്നുമുണ്ട്. അപ്പോൾ അത് രണ്ടും എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മളിനിയും കുറച്ചുകൂടെ ഗഹനമായിട്ട് പഠിക്കണം. പക്ഷേ കുർബാനയുടെ ഒരു സ്ഥാനം, നോമ്പിൻ്റെ ഉപവാസം ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഓർത്തഡോക്സ് സഭയിലും യാക്കോബായ സഭയിലും അങ്ങനെയാണ്. നോമ്പിലെ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന ഇല്ല, ശനി ഞായറും മാത്രമേ ഉള്ളൂ. അപ്പം 40-ാം വെള്ളിയാഴ്ച നോമ്പ് 40 ദിവസത്തെ നോമ്പ് അവസാനിച്ചു. അന്ന് വിശുദ്ധ കുർബാനയുണ്ട്. പിറ്റേ ദിവസം ശനിയാഴ്ച ലാസറിൻ്റെ ശനി എന്നാണ് പറഞ്ഞത്. ലാസറിനെ കർത്താവ് ഉയർപ്പിച്ചു. ആ ഉയർപ്പിച്ചത് മനുഷ്യപുത്രനെ മരണത്തിൽ നിന്ന് മനുഷ്യരെ ജീവിപ്പിക്കുവാൻ അധികാരമുണ്ട് എന്നുള്ളത് അവർ കാണിച്ചു കൊടുക്കുകയാണ്. അത് ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാകുന്നു എന്ന് കാണിച്ചു കൊടുത്തു. അതിനുശേഷം കർത്താവ് മരിച്ച് മരണത്തെ ബലാൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഉയർത്തെഴുന്നേറ്റു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതിന് ഒരു മുൻകുറിയായിട്ട് താൻ സ്നേഹിച്ച സ്നേഹിതൻ, തന്നെ സ്നേഹിച്ച മാർത്തയും മറിയും അവരുടെ സഹോദരൻ മരിച്ചപ്പോൾ അവൻ്റെ ശവകുടീരത്തിൽ കർത്താവ് കണ്ണീർ വാർത്തു, അവരോടുള്ള സ്നേഹം കൊണ്ട്. ആ സ്നേഹിതനെ, കർത്താവിനെ സ്നേഹിക്കുന്നവനാണ് അവൻ്റെ കൽപ്പന പാലിക്കുന്നത്. അങ്ങനെ ആ സ്നേഹിതനെ ഉയർപ്പിച്ചത്, തന്നിൽ വിശ്വസിക്കുന്ന തൻ്റെ സ്നേഹിതരെ കർത്താവ് ഉയർപ്പിക്കും എന്നതിൻ്റെ ഒരു വാഗ്ദാനമായിട്ടാണ് ലാസറിനെ ഉയർപ്പിച്ചിരിക്കുന്നത്. പിന്നീട് കർത്താവ് പീഡാനുഭവത്തിലേക്ക് പോവുകയും മരിക്കുകയും അവൻ മരണത്തെ ബലാൽ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നുവെന്ന് ആദ്യം കർത്താവ് സുവിശേഷത്തിൽ പറഞ്ഞത് ജീവിതം കൊണ്ട് ഈ സമയത്ത് ഉദാഹരിച്ചു എന്നുള്ളത്. ഇതേ അത് കഴിഞ്ഞാൽ നമ്മൾ ലാസറിൻ്റെ ശനി കഴിഞ്ഞു, പിന്നെ ഓശാനയിലേക്ക് വരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ആഷാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ ഓശാനയ്ക്കായാലും ദുഃഖവെള്ളിയാഴ്ച ആയാലും ഈസ്റ്ററിനായാലും പൊതുവായിട്ട് കാണപ്പെടുന്ന ഒന്നാണ് സ്ലീബ ആഘോഷം എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ പെരുന്നാളുകളും ചേർന്ന് സ്ലീബാഘോഷമുണ്ട്. എന്തിനാണ് സ്ലീബാഘോഷം 4 ദിക്കിലേക്ക് തിരിഞ്ഞുള്ള ആഘോഷം നടത്തുന്നത്? സ്ലീബാഘോഷം എന്ന് പറയുന്നത് കുരിശിലൂടെ ഉണ്ടായ രക്ഷയെ നമ്മൾ പ്രകീർത്തിക്കുകയാണ്. ഇനിയും 4 ദിക്ക് എന്ന് പറയുന്നത് സെമിറ്റിക് കോസ്മോളജി അനുസരിച്ച് 4 കോർണേഴ്സ് ഓഫ് ദ വേൾഡ് മീൻസ് ദ ഹോൾ കോസ്മോസ് ആണ്. പ്രപഞ്ചത്തെ മുഴുവൻ സൂചിപ്പിക്കുകയാണ് 4 ദിക്കുകൾ: കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. എന്നാൽ ഇന്ത്യൻ ഫിലോസഫിയിൽ 8 ദിക്കുകളുണ്ട്. ഇന്ത്യൻ കോസ്മോളജിയിൽ 8 ദിക്കുകളുണ്ട്. ഈ സെമിറ്റിക് കോസ്മോളജി 4 ദിക്കുകൾ. അതുകൊണ്ടാണ് കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ശ്രീഭാഷണം. കർത്താവിൻ്റെ കുരിശ് ഭൂലോക മധ്യത്തിൽ നാട്ടിയെന്നാണ്. അതൊരു ആലങ്കാരിക പ്രയോഗമല്ല, നേരെ മറിച്ച് അതിൻ്റെ അകത്തൊരു റിയാലിറ്റി ഉണ്ട്. ജോഗ്രഫിക്കലി പ്രൂവ് ചെയ്തിരിക്കുകയാണ് സിറ്റി ഓഫ് ജെറുസലേം ഈസ് ദ സെൻറ്റർ ഓഫ് ദ വേൾഡ് എന്ന്. അപ്പോൾ അതുകൊണ്ട് ഭൂമി ഒരു ഗോളമാണ്, ഉരുണ്ട ഒരു ഗോളം. അതിൻ്റെ കൃത്യം നടുക്ക് വെച്ച് കഴിയുമ്പോൾ എല്ലാ ഭാഗങ്ങളിലേക്കും ഈക്വൽ ഡിസ്റ്റൻസാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥനയുണ്ടല്ലോ, അവൻ കുരിശുമരത്തിന്മേൽ ഉയർത്തി അവൻ്റെ കൈകളെ വിരിച്ചപ്പോൾ ലോകത്തിൻ്റെ 4 ഭാഗങ്ങളെയും അവനിലേക്ക് അവൻ അടുപ്പിച്ചെന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കുരിശുമരത്തിന്മേൽ ഭൂലോക മധ്യത്തിൽ നാട്ടപ്പെട്ട കുരിശു വഴിയായിട്ടുണ്ടായ രക്ഷയെ കിഴക്കോട്ടും പടിഞ്ഞാട്ടും വടക്കോട്ടും തെക്കോട്ടും ആഘോഷിച്ച് ദ ഹോൾ കോസ്മോസിന് ആ ബ്ലെസ്സിങ് കൊടുക്കുകയാണ്. ബ്ലെസ്സിങ്ങാണ്. അപ്പോൾ ആ ബ്ലെസ്സിങ് കൊടുക്കുന്നത് കുരിശുകൊണ്ടാണ്.
കർത്താവിൻ്റെ ജനന സമയത്ത് കുരിശില്ലല്ലോ, മരിച്ചപ്പോഴല്ലേ കുരിശുണ്ടായി. അതെ അതെ. പക്ഷേ ജനനപ്പെരുന്നാളിൽ ശ്ലീബാഘോഷം കുരിശുകൊണ്ടാണ്. ശ്ലീബാഘോഷം എന്നാണ് പറയുന്നത്. ധനഹായിൽ ആ കുപ്പിയുടെ അകത്ത് വെച്ചിരിക്കുന്ന കുരിശുകൊണ്ടാണ്, കുരിശും വെള്ളവും കൊണ്ടാണ് ശ്ലീബാഘോഷം. പാതിനോമിൻ്റെ ശ്ലീബാഘോഷം അന്നേരം തന്നെയാണ്. അതുപോലെ തന്നെ 40-ാം വെള്ളിയാഴ്ചയുടെയും ശ്ലീബാഘോഷം കുരിശുകൊണ്ടാണ്. ഈ ദുഃഖവെള്ളിയാഴ്ചയും ശ്ലീബാഘോഷം കുരിശുകൊണ്ടാണ്. ഈസ്റ്ററിനും അങ്ങനെ തന്നെയാണ്, പെന്തക്കോസ്തയ്ക്കും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ക്രോസ് സിംബലൈസസ് ക്രൈസ്റ്റ് ഹിംസെൽഫാണ്. ശ്ലീബ എന്ന സുറിയാനി വാക്കിൻ്റെ ഒന്നാമത്തെ അർത്ഥം വൺ ഹൂ ഈസ് ക്രൂസിഫൈഡ് എന്നാണ്. ശരിക്ക് കുരിശെന്നുള്ളതിൻ്റെ സുറിയാനി സ്കീപ്പ എന്നാണ്. രണ്ടാമത്തെ ശ്ലീബ എന്നതിന് രണ്ടാമത്തെ അർത്ഥമാണ് ക്രോസ്. ദ ഫസ്റ്റ് മീനിങ് ഈസ് വൺ ഹൂ ഈസ് ക്രൂസിഫൈഡ്. കുരിശിക്കപ്പെട്ടവൻ എന്നാണ്. കുരിശിക്കപ്പെട്ടവൻ കർത്താവ്. അവൻ കർത്താവിൻ്റെ ജനനത്തിലും അവൻ്റെ മാമോദീസായിലും അവൻ്റെ മരുഭൂമിയിലെ നോമ്പിലും എല്ലാം ഈ കുരിശ് ഉയർത്തിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യം കാണും, കർത്താവ് ജനിച്ചപ്പം എന്നാൽ ഉണ്ണിയേശുവിനെ ഇങ്ങനെ എടുത്തും കുരിശ്. നമുക്ക് ഉണ്ണിയേശു ഇല്ല, നേരെ മറിച്ച് കുരിശാണ് കർത്താവിൻ്റെ അടയാളമായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പിശാചുക്കൾക്ക് ഭയങ്കരവും മാലാഹമാർക്ക് വന്യവുമായ ദൈവപുത്രൻ്റെ ശ്ലീബ എന്ന് പറയുന്നത്. കുരിശ് പിശാചുക്കൾക്ക് അടുക്കാനൊക്കാത്ത, കുരിശിലൂടെ ഉണ്ടായ രക്ഷ കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ശ്ലീബാഘോഷം എന്ന് പറയുന്നത് ബ്ലെസ്സിങ് ഓഫ് ദ 4 കോർണേഴ്സ് ഓഫ് ദ വേൾഡ് വിത്ത് ദ ക്രോസ്. കുരിശിലൂടെ ഉണ്ടായ രക്ഷയെ 4 ഭാഗത്തും കുരിശുയർത്തി നമ്മൾ ആശീർവദിച്ച് ലോകത്തിൻ്റെ 4 ദിക്കുകളെയും ഹോൾ കോസ്മോസിനെ, പ്രപഞ്ചത്തെ മുഴുവൻ നമ്മൾ വാഴ്ത്തുന്നതിൻ്റെ അടയാളമാണ്. ഇനി ഇതിൻ്റെ അകത്ത് ദുഃഖവെള്ളിയാഴ്ചത്തെ ശ്ലീബാഘോഷത്തെക്കുറിച്ച് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഈ ഫേസ്ബുക്കുകളിൽ കുറേ പേര് അതിനെക്കുറിച്ച് കമൻ്റ് എഴുതി വെച്ചു. അപ്പോൾ അവിടെ എനിക്ക് പറയാനുള്ളത്, ഈ കമൻറ്റുകൾ എഴുതിയ ആൾക്കാരും ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തിയോ അല്ലെങ്കിൽ ഈ ശ്ലീബാഘോഷത്തെക്കുറിച്ചുള്ള അതിൻ്റെ വേദപുസ്തകത്തിൽ എഴുതപ്പെടാത്ത ക്രിഫൽ ബുക്സിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയോ അറിയുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ആന്തരാർത്ഥവും നാനാർത്ഥവും ഒന്നും അറിയാതെയാണ് പറയുന്നത്. അറിവില്ലായ്മ ഒരു പാപമല്ലാത്തതുകൊണ്ട് നമുക്കത് ക്ഷമിക്കാം. എന്നാൽ ഇതിൻ്റെ അർത്ഥം എന്ന് ചോദിക്കുന്നത്, ശ്ലീബാഘോഷത്തിൻ്റെ സമയത്ത് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന മാലാഹമാർ ദൈവമേ നീ പരിശുദ്ധനാന്ന് പറയും. അപ്പോൾ മാലാഹമാർ 9 വൃന്ദം മാലാഹമാരാണ്. അതുകൊണ്ടാണ് മാലാഹമാർ ആരെ സ്തുതിക്കുന്നുവോ അവനെ തന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. നമ്മൾ മറുപടി പറയാണ് ദൈവമേ നീ പരിശുദ്ധനാണ്. മാലാഹമാർ എങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്നുവോ അതുപോലെ മൺമയന്മാർ ദൈവത്തെ സ്തുതിക്കണം. അങ്ങനെ 9 വൃന്ദം മാലാഹമാർ 3 ഗണമായിട്ട് ഓരോ ഭാഗത്തേക്കും തിരിഞ്ഞ് മാലാഹമാരുടെ കൂട്ടത്തിൽ മനുഷ്യരുടെ സ്തുതി പറയുകയാണ് ദൈവമേ പരിശുദ്ധനാണ്. 4-മത്തത് സപ്ലിക്കേഷന്, ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. അതുപോലെ കൃപയുണ്ടായി ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, ഭാവികളാടിയാരോട് കരുണ മിശിഹാ രാജാവേ സ്തുതി എന്ന് പറഞ്ഞ് കർത്തൃപ്രാർത്ഥന ചൊല്ലി അവസാനിപ്പിക്കുക ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ നമ്മളുടെ ശ്ലീബാഘോഷം എന്ന് പറയുന്ന ശ്ലീബ വന്ദനമിന് ശേഷം പിന്നീട് നമ്മൾ ഖബറടക്കത്തിന് വേണ്ടി കൊണ്ടുപോവുകയാണ്. അതിന് മുൻപായിട്ടാണ് ഈ ശ്ലീബ നമ്മൾ പൊതിഞ്ഞ് അത് കൈത്തണ്ടിൽ വെച്ചുകൊണ്ട് ആഘോഷിക്കുകയാണ്. അപ്പം സാധാരണ എല്ലാവരും ചോദിക്കുന്നത് ശ്ലീബ എങ്ങനെയാണ് ചിരിച്ചു കിടത്തുന്നത്, അതാ ചോദിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ അതിൻ്റെ ന്യൂവാൻസസ് മനസ്സിലാകാത്ത ആൾക്കാർക്ക് തെറ്റുപറ്റും. അതായത് ഈ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു എന്ന ഈ അശരീരി യൗസേപ്പും നിക്കോദമോസും കർത്താവിനെ കബറടക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ, അപ്പോക്രിഫൽ ബുക്സിലാണ് കൊണ്ടുപോയപ്പോൾ സ്വർഗീയ സൈന്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അവർ ചൊല്ലിയതാണ് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. അതായത് കുരിശുമരത്തിൽ കിടന്നപ്പോഴും അവനെ അടക്കാൻ കൊണ്ടുപോയപ്പോഴും ഈ മാലാഖമാർ ഇടതടവില്ലാതെ പാടി. അതിന് കാരണം ഇതിനെക്കുറിച്ച് വ്യാഖ്യാനം പറയുന്നത് അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നാത്യോസാണ്. അദ്ദേഹം പറയുന്നത് കുരിശുമരത്തിന്മേൽ ദൈവം 2 കള്ളന്മാരുടെ മധ്യത്തിൽ കള്ളനെ പോലെ ഗണിക്കപ്പെട്ടു. നമ്മളത് കൗമാരിയിൽ നിന്ന് നീ കള്ളനെ പോലെ ഗണിക്കപ്പെട്ടു നീ എന്ന് പറഞ്ഞ് നമ്മൾ കുമ്പിടുന്നുണ്ട്. അപ്പോൾ 2 കള്ളന്മാരുടെ മധ്യേ കള്ളനെ പോലെ കർത്താവ് കുരിശുമരത്തിന്മേൽ
കിടന്നപ്പോഴേ സ്വർഗീയ സൈന്യങ്ങൾ അത്ഭുതത്തോട് പറഞ്ഞാണ്, നീ കള്ളനല്ല, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ കള്ളനല്ല എന്നവർ ആഘോഷിച്ചാണ്. ബലവാനും സർവശക്തനുമായ ദൈവം ബലഹീനനെ പോലെ കുരിശുമരത്തിന്മേൽ തളർന്നു കിടന്നപ്പോൾ, നീ ബലഹീനനല്ല, ബലവാനും സർവശക്തനുമായ നീ ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മൂന്നാമത് അവൻ കുരിശുമരത്തിന്മേൽ മരിച്ചു കിടന്നപ്പോൾ സകല ജീവജാലങ്ങൾക്കും ജീവൻ നൽകുന്നവനും മരണമില്ലാത്തവനുമായ ദൈവം മൃതനെപ്പോലെ കുരിശുമരത്തിന്മേൽ കിടന്നപ്പോൾ മാലാഹവൃന്ദം അത്യാശ്ചര്യത്തോടെ പറഞ്ഞു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവും. ഈ അശരീരി ഉണ്ടായി. ഈ അശരീരിക്ക് പ്രത്യുത്തരമായിട്ട് കർത്താവിൻ്റെ കുരിശിൻ്റെ ചാരയുണ്ടായിരുന്നവരും കർത്താവിൻ്റെ ശരീരം വഹിച്ച് അടക്കാൻ കൊണ്ടുപോയ സമയത്തും ഈ അശരീരി ഉണ്ടായപ്പോഴേ അതിന് പ്രത്യുത്തരമായിട്ട് അവിടെ ഉണ്ടായിരുന്ന യൗസേപ്പും നിക്കോദമോസും ഭക്തശ്രീകളും പറഞ്ഞതാണ്, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. അതാണ് നമ്മൾ ഈ ശ്രീവാഘോഷത്തിൽ എപ്പോഴും ചെല്ലുന്നത്. അത് ഏറ്റവും ഐഡിയലായിട്ട് ചെല്ലുന്നത് ഈ ദുഃഖവെള്ളിയാഴ്ചയാണ്. അവിടെ നിന്ന് ഈ കബറടക്കാൻ വേണ്ടി കർത്താവിൻ്റെ ഈ ശരീരം കുരിശിൽ നിറക്കി യൗസേപ്പും നിക്കോദമോസും വഹിച്ചുകൊണ്ട് കബറടക്കാൻ വേണ്ടി പുതിയ കല്ലറയിലേക്ക് കൊണ്ടുപോയതിൻ്റെ സൂചനയായിട്ടാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് മാത്രം ഈ കുരിശ് തുണി കൊണ്ട് മൂടി അത് കൈത്തണ്ടിൽ പിടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ആഘോഷിക്കുകയാണ്. മരിച്ച കർത്താവിനെ ആഘോഷിക്കുക എന്നല്ല, കർത്താവിൻ്റെ മരണത്തെ നമ്മൾ അനുസ്മരിച്ചുകൊണ്ട് ഈ സ്ലീബായിലൂടെ ഉണ്ടായ രക്ഷയെ നമ്മൾ അനുസ്മരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ പിന്നാമ്പുറങ്ങളെല്ലാം കൂടെ കണ്ടാൽ മാത്രമേ ഇതിൻ്റെ ഒരു അർത്ഥം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിൽ പറയാൻ ന്യൂവാൻസസ് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പിടികിട്ടത്തില്ല. അല്ലെങ്കിൽ ഓരോരുത്തരും അവർക്ക് ഇഷ്ടമായ രീതിയിൽ കുരിശ് കടത്തിയല്ലോ, കുരിശിലൂടെ ഉണ്ടായ രക്ഷ നേരെയല്ലേ, അങ്ങനെ ഏത് കാര്യത്തെക്കുറിച്ചും നമുക്ക് പറയാം. ഉദാഹരണം പറഞ്ഞാൽ, ഈ പാല് കൊടുക്കുന്നവൻ പാൽക്കാരൻ, പത്രം കൊടുക്കുന്നവൻ പത്രക്കാരൻ, മീൻ കൊടുക്കുന്നവൻ മീൻകാരൻ, ഇങ്ങനെയാണ് നമ്മൾ സാധാരണ പറഞ്ഞത്. കടം കൊടുക്കുന്നവൻ കടക്കാരൻ എന്ന് പറയാൻ നോക്കുമോ? ആ ലോജിക്കനുസരിച്ച് കടം കൊടുക്കുന്നവല്ല, കടം വാങ്ങിക്കുന്നവരാ കടക്കാരൻ. അപ്പം നമ്മൾ ഈ ലോജിക്കുകൾ ഓരോ സമയത്തും പറഞ്ഞാൽ ഈ ലോജിക്ക് എല്ലായിടത്തും ഒരുപോലെ ഒക്കത്തില്ല. ഈ കടം കൊടുക്കുന്നവൻ കടക്കാരൻ എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. അപ്പോൾ ഈ കുരിശിനെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെയല്ല, അതിൻ്റെ പിന്നാമ്പറങ്ങൾ അറിഞ്ഞിരിക്കണം. അവിടെ സംഭവിച്ച കാര്യങ്ങൾ അതിനെക്കുറിച്ച് വേദപുസ്തകത്തിലല്ലാതെ മറ്റ് അപ്പോക്രിഫൽ ബുക്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അന്നുണ്ടായിരുന്ന വിശുദ്ധ പാരമ്പര്യം, ഇത് കണ്ടവരും കേട്ടവരും ഒക്കെ ഉണ്ടല്ലോ, അവർ പറഞ്ഞതും രേഖപ്പെടുത്തിയതുമായ കാര്യങ്ങൾ വളരെ സജീവമാണ്. അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞല്ലോ, ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം കാര്യങ്ങൾ അവൻ അവരുടെ ഇടയിൽ പ്രവർത്തിച്ചു. എന്നാൽ ഇത് എഴുതിയാൽ ലോകത്തിന് ഉൾക്കൊള്ളാൻ സാധ്യമല്ലാത്ത പോലെ ബൃഹത്താണ്. ഇവ തന്നെയും എഴുതിയിരിക്കുന്നത് യേശു കർത്താവെന്ന് വിശ്വസിക്കേണ്ടതിനും അങ്ങനെ വിശ്വസിക്കുക വഴി നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും വേണ്ടി തന്നെ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വേദപുസ്തകത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം കാര്യങ്ങൾ ഇതുമായിട്ട് വളരെ ബന്ധവും അടുപ്പവും ഉള്ളതുണ്ട്. അവയെക്കുറിച്ചെല്ലാം ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത് പറഞ്ഞാലേ നമുക്കിതിൻ്റെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആശയം നമുക്ക് ലഭിക്കത്തുള്ളൂ. അത് സുറിയാനി പിതാക്കന്മാർ അവർ ഈ പാലസ്തീനായുടെ പശ്ചാത്തലവും അവിടുത്തെ സാഹചര്യങ്ങളും അറിയാവുന്നതുകൊണ്ട് അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് അവർ എഴുതിയിരിക്കുന്നു. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ശ്രീവാഘോഷത്തിൻ്റെ മുൻപുള്ള പ്രാർത്ഥനകളുണ്ടല്ലോ. അതിൽ പറയുന്നത്, കർത്താവെ നിൻ്റെ കുരിശ് ഭൂലോക മധ്യത്തിൽ നാട്ടി. അത് ഈ സിറ്റി ഓഫ് ജെറുസലേം ഈസ് ദ സെൻറ്റർ ഓഫ് എർത്താണ്. അതിനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ടും നീ കൈനീട്ടിപ്പോൾ ലോകത്തെ നമ്മൾ നിന്നിലേക്ക് ആകർഷിച്ചു എന്നെല്ലാം പറയുന്നത് അതിൻ്റെ പിന്നിലുള്ള ന്യൂവാൻസസ്, ജിയോഗ്രഫി ഉണ്ട്, തിയോളജി ഉണ്ട്, വേദശാസ്ത്രമുണ്ട്, ദൈവശാസ്ത്രമുണ്ട്, ആ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള രേഖപ്പെടുത്തൽ, ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചാലേ ഇത് മനസ്സിലാക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഈ അന്ധന്മാർ ആനയെ കാണാൻ പോയി ആന വാല് പോലെയാണ്, ചൂല് പോലെയാണ്, മുറം പോലെയാണ് എന്നൊക്കെ പറഞ്ഞതുപോലെ ആയിപ്പോയി. ഇതാവേ നമ്മൾ ഓശാനയുടെ വൈകുന്നേരം ഇപ്പോൾ മിക്ക പള്ളികളിലും വാദേ ദിൽമീനോ നടത്താറുണ്ട്. എന്തുകൊണ്ടാണ് വാദേ ദിൽമീനോ? അത് നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? വാദേ ദൽമീനോ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം ജീവ തുറമുഖത്തുള്ള എത്തിച്ചേരൽ എന്നാണ്. അതായത് ഈ നോമ്പ് കാലത്തെ ഒരു കപ്പൽ യാത്രയോടെ ഉപമിച്ചിരിക്കുന്നു. ഇപ്പോഴത്തെ കപ്പലല്ല, പണ്ടുണ്ടായിരുന്ന കപ്പൽ. ഇന്നത്തെ കപ്പലിന് കുറച്ചുകൂടെ സേഫ്റ്റി ഫീച്ചേഴ്സ് കൂടുതലുണ്ട്. എന്നാൽ പണ്ട് ഈ പായ്ക്കപ്പലൊക്കെ ആയിരുന്നപ്പോൾ ഒത്തിരിയേറെ കപ്പലിൽ കാറും കോളും ഒക്കെ വരുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ 40 ദിവസത്തെ ഈ ഉപവാസവും പ്രാർത്ഥനയും ആത്മനിയന്ത്രണവും ഒക്കെ
ഈ കാറ്റും കോളുമുള്ള ഒരു കടലിലൂടെ കപ്പൽ ഓടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കപ്പലിൽ യാത്ര ചെയ്യുന്ന പോലെയാണ്. അപ്പം കപ്പലിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് കുറേ കടലിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ പിന്നെ കര കാണുന്നില്ല. അപ്പോൾ മനുഷ്യർ ഈ തുറമുഖം കാണുമ്പോഴത്തേന് എല്ലാവർക്കും വലിയ സന്തോഷമാണ്. നമ്മൾ തുറമുഖത്തേക്ക് അടുത്തിരിക്കുന്നു, ഇനിയും കപ്പൽ തകർന്നാൽ പോലും നമുക്ക് നീന്തി രക്ഷപ്പെടാം എന്നുള്ള ഒരു ഹോപ്പ് അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 40 ദിവസത്തെ ഏറ്റവും കഠിനമായിട്ടുള്ള നോമ്പും ഉപവാസവും അത് കാറ്റും കോളും ഫിഷറുമുള്ള ഒരു കപ്പലിലെ യാത്രയോട് ഉപമിച്ചിരിക്കുകയാണ്. അത് വിജയകരമായി പൂർത്തീകരിച്ച് ജീവൽ തുറമുഖത്തേക്ക് നമ്മൾ വന്നിരിക്കുന്നു. കർത്താവിൻ്റെ രക്ഷാകരമായ പീഡാനുഭവത്തിൽ നിന്നാണ് നമ്മൾ കർത്താവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് പറഞ്ഞ് രക്ഷാകരമായ നിൻ്റെ പീഡാനുഭവം എന്നാണ്. അപ്പോൾ ആ രക്ഷാകരമായ പീഡാനുഭവമാകുന്ന തുറമുഖത്തേക്ക് നമ്മൾ വന്നു ചേർന്നിരിക്കും, ജീവൽ തുറമുഖത്തേക്ക് വന്നു ചേർന്നിരിക്കും. ഇനി നമ്മൾ അതിലേക്ക് പ്രവേശിച്ച് അതിൽ പങ്കുചേർന്ന് ഉയർപ്പിൻ്റെ മഹത്വത്തിലേക്കും അതിൻ്റെ സന്തോഷത്തിലേക്കും പ്രവേശിക്കുന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് നമ്മളെ വാദേ ദൽമീദോ എന്ന ശുശ്രൂഷ നിർവഹിക്കുന്നത്. പിതാവേ, ഇപ്പം ഈ ഓശാനയ്ക്കും വാദദൽമീനയ്ക്കും എല്ലാം നമ്മൾ പ്രദക്ഷിണം ഇറങ്ങുന്നത് വടക്കേ വാതിലൂടെ ഇറങ്ങി തെക്കേ വാതിലൂടെ കയറുന്നു. അതിൻ്റെ സാങ്കത്യം എന്താണ്? നമുക്ക് വലിയൊരു വാതിൽ, പടിഞ്ഞാറ് വാതിലുണ്ടല്ലോ, അതിലൂടെ ഇറങ്ങിക്കൂടെ നമുക്ക്? നമ്മളുടെ പല രീതിയിലുള്ള പ്രദക്ഷിണങ്ങളുണ്ട്. പള്ളിയുടെ പ്രധാന പെരുന്നാളിൻ്റെ പ്രദക്ഷിണം പടിഞ്ഞാറേ വാതിൽ പ്രധാന കവാടത്തിലൂടെ ഇറങ്ങി പ്രധാന കവാടത്തിൽ കൂടെ കയറുകയും ചെയ്യുകയാണ്. എന്നാൽ ഈ ആണ്ടടക്കമുള്ള പെരുന്നാളുകളുടെ പ്രദക്ഷിണം ഈ വടക്കേ വാതിലൂടെ ഇറങ്ങി പടിഞ്ഞാറോട്ട് നീങ്ങി തെക്കേ വാതിൽ പള്ളിക്കൊന്ന് വലത്ത് വെച്ച് തെക്കേ വാതിൽ വഴി കയറുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ വടക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പോകുമ്പോൾ അത് ആൻറ്റി ക്ലോക്ക് വൈസാണ്. ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് സമയത്തിൻ്റെ ചലനവും മനുഷ്യൻ്റെ ചലനവും സൂചിപ്പിക്കും. മനുഷ്യൻ്റെ ചലനം ആൻറ്റി ക്ലോക്ക് വൈസ്. അത് ജീവശാസ്ത്രപരമായിട്ട് തെളിയിച്ചിരിക്കുന്നത് ബയോളജിക്കലായിട്ട്. അതായത് മനുഷ്യൻ്റെ ഹാർട്ട് ഇരിക്കുന്ന വശത്തേക്കാണ് മനുഷ്യർക്ക് തിരിയാനായിട്ട് എളുപ്പം. അതുകൊണ്ടാണ് ആൻറ്റി ക്ലോക്ക് വൈസ് മനുഷ്യൻ്റെ ചലനമാണ്. മനുഷ്യൻ്റെ ചലനവും സമയത്തിൻ്റെ ചലനവും ഒരുമിച്ചാകുമ്പോൾ അല്ലെങ്കിൽ കൂടിച്ചേരുമ്പോഴാണ് പ്രപഞ്ചത്തിന് പൂർണ്ണതയുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ പെരുന്നാളുകളുടെ പ്രദക്ഷിണം ഒന്നല്ല, 2 പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസ് പോകുന്നു, 1 പ്രാവശ്യം ക്ലോക്ക് വൈസ് വെച്ചിട്ട് നമ്മളകത്ത് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പക്ഷേ അതിന് സമയ ചുരുക്കം കൊണ്ടാണ് ഒറ്റ പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസ് നടത്തി അകത്ത് പ്രവേശിക്കുന്നത്. അതാണ്. ഇനിയും കഷ്ടാനുഭവ ആഴ്ചയിലെ നമ്മളുടെ പ്രദക്ഷിണങ്ങളെല്ലാം, പ്രത്യേകിച്ച് ദുഃഖവെള്ളിയാഴ്ചത്തെ പ്രദക്ഷിണം ഞാൻ പറഞ്ഞില്ല, പ്രപഞ്ചത്തിൻ്റെ ഓർഡർ, കോസ്മിക് ഓർഡറാണ് സമയത്തിൻ്റെ ചലനവും മനുഷ്യൻ്റെ ചലനവും. കോസ്മിക് ഡിസോർഡർ ഉണ്ടായൊരു ദിവസമാണ് ദുഃഖവെള്ളിയാഴ്ച. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാറകൾ പിളർന്നു, ദൈവാലയത്തിൻ്റെ തിരശ്ശീല നാരങ്കിറ തന്നെ കീറി, അതുപോലെ തന്നെ 3 മണിക്കൂർ നേരം ഭൂമിയിൽ രാത്രിയുണ്ടായി. അപ്പം കോസ്മോസിന് ഡിസോർഡർ ഉണ്ടായി കർത്താവ് കുരിശുമരത്തിൽ. ആ കോസ്മിക് ഡിസോർഡറിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ ചെയ്യുന്നതിന് വിപരീതമായിട്ട് 2 പ്രാവശ്യം ക്ലോക്ക് വൈസും 1 പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസും ആ കോസ്മിക് ഡിസോർഡറിനെ സൂചിപ്പിക്കാൻ വേണ്ടി. പിതാവേ, ഇനി നമ്മൾ ഹാശാഴ്ചയിൽ പെസഹ വ്യാഴാഴ്ചത്തിലേക്ക് കടക്കുമ്പം നമ്മൾ പറയുന്നത് വിശുദ്ധ കുർബാന സൂര്യോദയത്തിന് മുമ്പ് തീർക്കണമെന്നാണ് നമ്മളുടെ തൂക്കാസിൽ പറയുന്നത്. ശരിക്കും യേശുക്രിസ്തു പെസഹ ആചരിച്ചത് ആ ഒരു സന്ധ്യാസമയത്തുമാണ്. അതിനുശേഷമാണ് യേശുക്രിസ്തു പീഡ അനുഭവിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയെങ്കിൽ ദുഃഖവെള്ളിയുടെ ആ ഒരു തലേന്ന് രാത്രിയിലല്ലേ ശരിക്കും പെസഹ നമ്മൾ ആചരിക്കേണ്ടത്? അതിനെക്കുറിച്ച് പറയൂ. ശരിക്കും പറഞ്ഞാൽ സന്ധ്യാസമയത്ത് പെസഹ അനുഷ്ഠിക്കുവാനും ക്രൂശാരോഹണത്തിന് താൻ തയ്യാറായപ്പോൾ തൻ്റെ ശിഷ്യന്മാരുടെ മധ്യേ അപ്പമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് അവർ കൊടുത്തത് ഒരന്നാഫ്രയിൽ ഈ സ്ഥാപന വചനങ്ങളിൽ പറയുന്നുണ്ട്. സന്ധ്യാസമയത്ത് പെസഹ അനുഷ്ഠിപ്പാനെത്തിപ്പോൾ. അപ്പോൾ ശരിക്കും കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മളുടേത് വ്യാഴാഴ്ച വൈകിട്ട് യാമനമസ്കാരം പൂർത്തിയാക്കിയാണ്. അന്നേരം അത് വെള്ളിയാഴ്ചയുടെയാണ് നമസ്കാരം. മറ്റേത് ബുധനാഴ്ചയാകുമ്പോഴാണ് വ്യാഴാഴ്ചയുടെ സന്ധ്യയാകുമ്പോൾ അടുത്ത ദിവസമാണ്. അങ്ങനെയാകുമ്പോഴാണ് ഈ പെസഹ വ്യാഴത്തിൻ്റെ സൂര്യോദയത്തിന് മുമ്പ് വെളുപ്പാങ്കാല കുർബാന ചൊല്ലിക്കൊണ്ട് ഇരുന്നത്.
ഓക്കെ സൂര്യോദയത്തിന് മുമ്പ്. ഓക്കെ അപ്പം അന്നേരം വ്യാഴമായി, അല്ലെങ്കിൽ പെസഹ വ്യാഴം എന്നാണല്ലോ പറയുന്നത്. അത് പറഞ്ഞു. പക്ഷെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കർത്താവ് പീഡ അനുഭവിച്ചത് വെള്ളിയാഴ്ചയാണ്. അതിൻ്റെ തലേ ദിവസമാണ് കർത്താവ് പെസഹ അനുഷ്ഠിച്ചത്. ഇനിയും ഈ പ്രഭാതത്തിൽ വേണമെന്ന് പറയുന്നത് ഉപവാസത്തോടുകൂടെ ഈ കുർബാന അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പകൽ മുഴുവൻ ഉപവസിച്ച് സന്ധ്യയ്ക്ക് കുർബാന അനുഭവിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പ്രഭാതത്തിലാണെങ്കിൽ രാത്രിയിൽ സന്ധ്യയ്ക്ക് ഭക്ഷണം രാത്രിയിൽ ഉപവസിച്ചിട്ട് പ്രഭാതത്തിൽ 3 മണിക്ക് തുടങ്ങിയാൽ നേരം വിളക്കുന്നതിന് മുൻപായിട്ട് വിശുദ്ധ കുർബാന, അപ്പോൾ ആ ഉപവാസം നടന്നു പോകും. അതുകൊണ്ടാണ് അങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സൂര്യോദയത്തിന് മുൻപ് കുർബാന അനുഷ്ഠിക്കണം എന്ന് പറയുന്നത് ഈസ്റ്ററിനൊക്കെ പറയുന്നത് ഉപവാസത്തോടു കൂടെ അനുഷ്ഠിക്കുവാനും, രണ്ടാമത് കർത്താവിൻ്റെ പുനരുത്ഥാനം പ്രഭാതത്തിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു അടുപ്പം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. എന്നാൽ ഇപ്പം നമ്മൾ ഇത് ശനിയാഴ്ച രാത്രി തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും സന്ധ്യ ആയി കഴിയുമ്പോൾ അടുത്ത ദിവസമായി. ആ രീതിയിൽ പറയുമ്പോൾ ശരിയാണ്. പണ്ട് നമ്മൾ ഞായറാഴ്ച പ്രഭാതത്തിലാണ് 3 മണിക്കാണ് നമ്മളുടെ ശുശ്രൂഷകൾ. അതാണ് ഐഡിയൽ. ഇപ്പോൾ നമ്മൾ അത് ചെയ്യുമ്പോഴും ഈ രാത്രി ചെയ്യുമ്പോഴും ഈ ശനിയാഴ്ച രാത്രി അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ചെയ്യുമ്പോഴും പിറ്റേ ദിവസമായി. നമ്മുടെ ഈ സെമിറ്റിക് കാൽക്കുലേഷൻ ഒരു ദിവസം കഴിഞ്ഞ് എന്നാ സന്ധ്യ മുതൽ അടുത്ത സന്ധ്യ വരെ. അത് വേദപുസ്തകത്തിൽ സൃഷ്ടിയുടെ പുസ്തകത്തിൽ പറഞ്ഞത് സന്ധ്യയായി ഉഷസായി 1-ാം ദിവസം, ഉഷസായി സന്ധ്യയായി 1-ാം ദിവസം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് അങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് പെസഹ ഭക്ഷിക്കുന്നത് ശരിയാണ്. ഓക്കെ പിതാവേ. ഇനി ദുഃഖവെള്ളി ശുശ്രൂഷയിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ദുഃഖവെള്ളി ശുശ്രൂഷ എന്ന് പറയുന്നത് ശരിക്കും ഒരു കുരിശിൻ്റെ വഴിയാണ്. അതിനെ നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും നമ്മുടെ ദുഃഖവെള്ളി ശുശ്രൂഷകളെ? ദുഃഖവെള്ളിയാഴ്ചയുടെ യാമനമസ്കാരം മുഴുവൻ അത് സന്ധ്യ മുതൽ തുടങ്ങും. സന്ധ്യ മുതലുള്ള യാമനമസ്കാരം കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ഓരോ ഘട്ടങ്ങളാണ്. സന്ധ്യയിൽ പെസഹ ആചരിച്ചു. അതിനുശേഷം രാത്രി നമസ്കാരം മുഴുവൻ കർത്താവിൻ്റെ ഗത്സമനെ പ്രാർത്ഥിച്ച 1-ാം കർമ്മ. പിന്നീട് കർത്താവിനെ പിടിക്കുന്നത്, അവനെ ബന്ധിക്കുന്നത്, കാരാഗ്രഹത്തിലാക്കുന്നത്, അവനെ ഹന്നായുടെയും കയ്യഫാസിൻ്റെയും സംഘത്തിൻ്റെ മുമ്പാകെ കൊണ്ടുവരുന്നത്, അതുപോലെ തന്നെ യഹൂദ സഭയുടെ മുമ്പിൽ കൊണ്ടുവന്നത്. പ്രഭാതത്തിലാണ് പീലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ യാമനമസ്കാരങ്ങൾ കർത്താവിനെ ബന്ധിക്കുന്നത്, അവനെ ഒറ്റിക്കൊടുക്കുന്നത്, അവനെ ബന്ധിക്കുന്നത്, കാരാഗ്രഹത്തിലാക്കുന്നത്, ഹന്നാൻ്റെയും കയ്യഫാസിൻ്റെയും അരമനയിൽ കൊണ്ടുവന്ന് ആ ഓർഡറിലവൻ പ്രഭാതത്തിൽ ആണ് കർത്താവിനെ പീലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത്. അവിടെയുള്ള സംഭവങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഹെറോദേസിൻ്റെ അടുക്കൽ വിടുന്നു. അവിടുന്ന് തിരിച്ചു വരുന്നു, വീണ്ടും പീലാത്തോസിൻ്റെ അടുക്കൽ വരുന്നു. പിന്നീട് 3-ാം മണിയുടെ സമയത്താണ് പള്ളിക്ക് വെളിയിലൂടെയുള്ളതായ നമ്മുടെ പ്രദക്ഷിണ കർത്താവ് കുരിശ് വന്നുകൊണ്ടുപോയി. അത് ഈ പീലാത്തോസ് കൈ കഴുകി ഇവരെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തതിൻ്റെ ഭാഗം. അപ്പോൾ പിന്നീടുള്ള ശുശ്രൂഷ അതാ നമ്മളുടെ കൗമാകളെ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ പ്രൊമിയൻസറായും പ്രാർത്ഥനകളെ ശ്രദ്ധിച്ചാൽ ഇറ്റ് ഈസ് എക്സാക്ട്ലി ദ എലോബറേഷൻ ഓഫ് ദ വേ ഓഫ് ദ ക്രോസ് ആണ്. കുരിശിൻ്റെ വഴിയുടെ ഒരു എലോബറേഷനാണ് നമ്മളുടെ ഈ യാമനമസ്കാരം. അത് കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ ക്രൂശാരോഹണത്തിന് വേണ്ടിയുള്ള ഗോകുൽഥായിലേക്കുള്ള അവൻ്റെ പീഡാനുഭവ യാത്രയെ സൂചിപ്പിച്ച് കൊണ്ടുവച്ചു. പിന്നെ അത് കഴിഞ്ഞ് 6-ാം മണിയുടെ പ്രാർത്ഥന കർത്താവിനെ കുരിശിൽ തറയ്ക്കുന്നു. 9-ാം മണിയുടെ പ്രാർത്ഥന കർത്താവിൻ്റെ മരണമാണ്. അതിനുശേഷം അത്രയും യാമനമസ്കാരം കർത്താവിൻ്റെ മരണം. പിന്നീടുള്ളതാണ് സത്യം പറഞ്ഞാൽ സെഗത്തോത് സ്ലീബായുടെ വന്ദനം. കുരിശിനെ നമ്മൾ മുത്തുകയും കുരിശിലുണ്ടായ രക്ഷയെക്കുറിച്ചുള്ള പ്രകീർത്തിയാണ്. കുരിശുമരണം കഴിഞ്ഞ് പിന്നീട് നമ്മൾ ഈ കുമ്പിടിയിലില്ല. പിന്നെ നമ്മൾ കുരിശിൻ്റെ വന്ദനവും കുരിശ് മുത്താൻ നേരത്ത് മാത്രം നമ്മൾ കുമ്പിട്ട് വന്നിക്കും. നിന്നെ ഞങ്ങൾ രക്ഷ നൽകിയ സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കുമ്പിടുകയാണ്. അപ്പോൾ അതാണ് ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മുടെ ശുശ്രൂഷ. ഇറ്റ് ഈസ് ദ എലോബറേറ്റഡ് ഫോം ഓഫ് ദ വേ ഓഫ് ദ ക്രോസ് അതാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദർ ഈസ് നോ പോയിന്റ് ഓഫ് അനദർ വേ ഓഫ് ദ ക്രോസ് ആവശ്യമില്ല. പിന്നെ നമ്മുടെ പള്ളികളിലൊക്കെ ചെയ്യുന്നത് 2 പള്ളികളൊക്കെ ഉള്ളപ്പോൾ അച്ഛനൊരു പള്ളിയിലെ ശുശ്രൂഷിച്ച് വരാനുള്ള ഒരു കാലതാമസമുണ്ടല്ലോ, ആ സമയ ഗ്യാപ്പ് നികത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം
നമ്മളുടെ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു കുരിശിൻ്റെ വഴിയുടെ ഒരു ആവശ്യം നമുക്കില്ല. നമ്മളത് ചെയ്യുന്നത് ഈ കുരിശിൻ്റെ വഴി തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. പിതാവേ, ഈ ഹാഷാഴ്ചയിൽ നമ്മുടെ ദേവാലയത്തിൽ മാതാവിൻ്റെയും വിശുദ്ധരുടെയും ചിത്രങ്ങൾ മറയ്ക്കുന്നു, വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളില്ല. അതെന്തുകൊണ്ടാണ്? ജപമാല ചൊല്ലുന്നില്ല. അങ്ങനത്തെ കാര്യങ്ങൾ എന്താണ്? അതിൻ്റെ പിന്നിലുള്ള സ്പിരിറ്റാണ് നമ്മൾ കാണുന്നത്. മാതാവിനോടും പരിശുദ്ധന്മാരോടും നമുക്ക് എപ്പോഴും ബഹുമാനവും ആദരവുമുണ്ട്. മാതാവിൻ്റെ ജപമാല നല്ല ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയാണ്. കത്തോലിക്ക സംസർഗത്തിലൂടെ നമുക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹമാണ്. മാതാവിനെ ഓർക്കും. എപ്പോഴും നമ്മളുടെ പോക്കറ്റിൽ ഒരു ജപമാല സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ കഴുത്തിൽ ഒരു ജപമാല അണിയുന്നതും വലിയ പ്രൊട്ടക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് അത് പ്രധാനപ്പെട്ട കാര്യം. എന്നെ മെത്രാച്ചനാക്കിയതിന് ശേഷം നമ്മുടെ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാബ എന്നോട് പറഞ്ഞു, തിരുമേനി എപ്പോഴും കുപ്പായത്തിൻ്റെ പോക്കറ്റിൽ ഒരു ജപമാല ഇട്ടിരിക്കണം, അത് വലിയ പ്രൊട്ടക്ഷനാണ്. ഞാനത് അക്ഷരം പ്രതി പാലിക്കുന്നുണ്ട്. അതിന് മുൻപ് ഇടുന്നുണ്ടായിരുന്നു. തിരുമേനി പറഞ്ഞത് കൊണ്ട് എപ്പോഴും കുപ്പായിട്ട് കഴിയുമ്പം ഞാൻ ആദ്യം നോക്കുന്നത് ജപമാല ഉണ്ടോ എന്നുള്ളതാണ്. അത് തിരുമേനി പറഞ്ഞ കാര്യം, ബാബ തിരുമേനി പറഞ്ഞത് വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും അനുസരണത്തോടും കൂടി ചെയ്തു. അപ്പം ഈ ജപമാല പ്രാർത്ഥന വളരെ നല്ലതാണ്. ഈ ജപമാല എപ്പോഴും ഹോളി വീക്കിലാണെങ്കിലും നമ്മളുടെ പോക്കറ്റിൽ ഇടുന്ന നല്ലതാണ്. എന്തുകൊണ്ടാണ് പിന്നെ മാതാവിൻ്റെ പ്രാർത്ഥന, വിശുദ്ധന്മാരുള്ള പ്രാർത്ഥന എന്ന് പറയാൻ കാരണം, ബാക്കി എല്ലാ സമയത്തും നമ്മൾ മാതാവിനോടും പരിശുദ്ധന്മാരോടുമുള്ള പ്രാർത്ഥനകളും ഭക്താഭ്യാസങ്ങളുമുണ്ട്. ഹാഷ ആഴ്ച എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എക്സ്ക്ലൂസീവ് മെഡിറ്റേഷൻ ഓഫ് ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് ആണ്. കർത്താവിൻ്റെ പീഡാനുഭവത്തെ മാത്രമായിട്ടുള്ള ധ്യാനമാണ്. അതുകൊണ്ട് നമ്മളുടെ സന്ധ്യാനമസ്കാരത്തിൽ, വീടുകളിൽ ചെല്ലുന്ന സന്ധ്യാനമസ്കാരത്തിൽ ചെല്ലുന്നുണ്ട്, ദൈവപുത്രൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുന്നത് അവനെ സ്നേഹിക്കുന്നവർക്ക് ജീവതുറമുഖത്ത് ചെന്നു പറ്റുന്നതിന് തുല്യം ആശ്വാസകരമാണ്. അതാണ് പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ വിശ്വാസമാണ്. അതാണ് വീടുകളിൽ ചെല്ലുന്ന പ്രാർത്ഥനകൾ അങ്ങനെ പറയുന്നത്. ദൈവപുത്രൻ്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുന്നത് അവനെ സ്നേഹിക്കുന്നവർക്ക് ജീവതുറമുഖത്ത് ചെന്നു പറ്റുന്നതിന് തുല്യം ആശ്വാസകരമാണ്. അപ്പം അതുകൊണ്ട് ഹാഷാഴ്ചയിലെ എല്ലാ പ്രാർത്ഥനകളും, എല്ലാ ഗീതങ്ങളും, അതുപോലെ തന്നെ എല്ലാ പ്രിമിയൻസുറ പ്രാർത്ഥനകളും സ്പിരിച്വൽ മെഡിറ്റേഷൻ ഓഫ് ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജസാണ്. അത് കർത്താവിൻ്റെ ഓശാന കഴിഞ്ഞിട്ടുള്ള ആ ദിവസങ്ങളിലെ പീഡാനുഭവത്തെക്കുറിച്ചാണ്. അതുപോലെ തന്നെ നമ്മളുടെ ദുഃഖവെള്ളിയാഴ്ച എവൻഗേലിയോൻ വായിക്കുമ്പോൾ 4 സുവിശേഷത്തിൽ നിന്നും ഒറ്റ സ്ട്രെച്ചിന് വായിക്കുന്നു. നമ്മൾ സാധാരണ വിചാരിക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എല്ലായിടത്തും സമാന്തര സുവിശേഷങ്ങൾ ഒരുപോലെ തന്നെയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വ്യത്യാസമുണ്ട്. സാധാരണ എല്ലാവരും ചോദിക്കാറുണ്ട്, എൻ്റെ തിരുമേനി എന്തിനാണ് ഈ 4 സുവിശേഷം ഒരുപോലെയുള്ളത് വായിക്കുന്നത്? ഇതേ ഒരു ട്രഡീഷൻ ലത്തീൻ സഭയിലുണ്ട്. ലത്തീൻ സഭയിൽ ഓശാന ഞായറാഴ്ചയും അതുപോലെ തന്നെ ദുഃഖവെള്ളിയാഴ്ചയും ഈ പാഷൻ നറേറ്റീവുണ്ട്. അത് 4 ഗോസ്പലിൽ നിന്നും എടുത്തിട്ട് ഈ കർത്താവിൻ്റെ പീഡാനുഭവം ഓശാന മുതൽ കർത്താവിൻ്റെ കുരിശുമരണം വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വായിക്കാം. അത് ചിലപ്പം ഡ്രമാറ്റിക്കായിട്ട് ചെയ്യാറുണ്ട്. കർത്താവിൻ്റെ സ്ഥാനം വഹിക്കുന്ന എപ്പോഴും പള്ളിയിലെ അച്ഛനായിരിക്കും. ശ്ലീഹന്മാർ, പത്രോസ്, ശിഷ്യസ്ത്രീകൾ, പീലാത്തോസ്, ഇങ്ങനെ പല ആൾക്കാരുണ്ട്. പൊതുജനം ഇതിൻ്റെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വായിക്കുന്നതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് 4 സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരുമിച്ച് വായിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരേ സ്ട്രെച്ചിൽ വായിക്കുമ്പോഴാണ് വി ഗെറ്റ് എ ഹോളിസ്റ്റിക് ഐഡിയ ഓഫ് ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് ദാറ്റ് ഈസ് നറേറ്റഡ് ബൈ ദ 4 എവാഞ്ചലിസ്റ്റ്. അതിനുവേണ്ടി വായിക്കുന്നു. ഓക്കെ പിതാവേ, പിന്നെ നമ്മുടെ പെസഹ കുർബാന, അത് ചിലർ പറയും അത് ആഘോഷമായി നടത്തേണ്ട കാര്യമില്ല, ചിലർ പറയും നമ്മൾ കർത്താവ് പെസഹ ആചരിച്ച് അതുകൊണ്ട് ആഘോഷമായിട്ട് നടത്തണമെന്ന്. അപ്പോൾ നമ്മൾ ഹാഷാഴ്ച സാധാരണ കുർബാന നടത്തുമ്പോൾ ആഘോഷം അല്ലാത്താണ് നടത്തുന്നത്. എങ്ങനെയാണ് പെസഹ ആഴ്ചത്തെ വിശുദ്ധ കുർബാന? സത്യത്തിൽ നമ്മൾ കത്തോലിക്ക സംസർഗത്തിൽ വന്നതിന് ശേഷമാണ് ഹാഷ ആഴ്ചയിൽ നമ്മൾ വിശുദ്ധ കുർബാന ഒരു പ്രത്യേക ഫോർമാറ്റിൽ ആക്കി വെച്ചിട്ടുണ്ട്. അത് കത്തോലിക്ക സഭയിൽ വന്നതിന് ശേഷമാണ്. ഓർത്തഡോക്സ് സഭകളിൽ ഈ ഓശാന ഞായറാഴ്ച കഴിഞ്ഞാൽ പിന്നെയുള്ള തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങൾ ഇറ്റ് ഈസ് എ പ്രിപ്പറേഷൻ ഫോർ പെസഹ വ്യാഴം.
പെസഹ കുർബാനയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ്. ആ സമയങ്ങളിൽ ഈ കുമ്പിടിയിലും പ്രാർത്ഥനയും ഹാശാഴ്ചയിലെ നമസ്കാരങ്ങൾ. നമ്മൾ കത്തോലിക്ക സഭയിലെ മതം ഹാശാ തിങ്കൾ, ഹാശാ ചൊവ്വ, ഹാശാ ബുധന് കുർബാന ഹാശാ രീതിയിൽ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. പെസഹ വ്യാഴാഴ്ചത്തെ കുർബാന എന്ന് പറയുന്നത് 2 രീതിയിലാണ്. ഒന്ന്, കർത്താവ് കുർബാന സ്ഥാപിച്ചതിൻ്റെ അനുസ്മരണയാണ്. അതുകൊണ്ട് കുർബാന ഏറ്റവും സോളമായിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ നമ്മൾ പള്ളിയിലെ മറ തുറക്കുന്നു. ബാക്കി ഹാശാഴ്ച പള്ളി മറ തുറക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ആഘോഷമായിട്ട് വിശുദ്ധ കുർബാന ചൊല്ലുന്നു. അവിടെ മാതാവിനോടും പരിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥന വേണ്ടത്, ആ പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നുണ്ട്. പക്ഷേ കുക്കുലിയോൻ ചൊല്ലുന്നതിന് പകരം നമ്മൾ ഹാശായുടെ പെസഹയുടെ കൗമ ചൊല്ലുന്നു. മറ്റ് പ്രാർത്ഥനകൾക്ക് പകരം, അല്ലെങ്കിൽ വെളുനിറഞ്ഞ ഒരു ഈശോയ്ക്കൊക്കെ പകരം നമ്മൾ ഹാശായുടെ കൗമ ചെല്ലുന്ന ഒരു പതിവാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും സോളമായിട്ട് വിശുദ്ധ കുർബാന പെസഹായിക്ക് അർപ്പിക്കണം. കുർബാന സ്ഥാപിച്ചതിൻ്റെ ദിവസമാണത്. ഇനിയും ലത്തീൻ സഭയിൽ വലിയ ഫീസ്റ്റാണ്. അപ്പോൾ അവർക്ക് ദുഃഖവെള്ളിയാഴ്ചയും വെള്ളിയാഴ്ചകളിൽ മാത്രമേ ഫാസ്റ്റിങ്ങും അബ്സ്റ്റൻസും ഉള്ളൂ. ഞാൻ ഒരു വർഷം സെമിനാരിയിൽ പഠിപ്പിച്ച ഒരു വർഷം ഞാൻ ബഹ്റിനിൽ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി കുർബാനയെ ശുശ്രൂഷ നടത്താൻ വേണ്ടി ബാബാ തിരുമേനി എന്നെ വിട്ടിരുന്നു. അന്ന് ബഹ്റിനിലെ കത്തോലിക്ക പള്ളിയിൽ താമസിക്കുന്നു. അവിടെ അച്ഛന്മാർ താമസിക്കുന്ന അവിടെയാണ്. അപ്പം പെസഹ വ്യാഴാഴ്ചയ്ക്ക് ശേഷം അവിടെ വൈകിട്ടത്തെ അത്താഴം വളരെ വിഭവസമൃദ്ധമായ അത്താഴമാണ്. അപ്പോൾ അവിടുത്തെ പാരിഷ് പ്രീസ്റ്റ് പറഞ്ഞു, അവർ കുറേ അച്ഛന്മാരുണ്ട്, ഞങ്ങൾ 2-3 ഗസ്റ്റ് അച്ഛന്മാരുണ്ട്. സോ ടുഡേ വി സെലിബ്രേറ്റ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഹോളി മാസ് ആൻഡ് ഓൾസോ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്രീസ്റ്റ്ഹുഡ്. ദെയർഫോർ ലെറ്റ്സ് us റിജോയ്സ് ആൻഡ് ഈറ്റ് എന്ന് പറഞ്ഞു. അപ്പം വൈനുണ്ട്, എല്ലാത്തരം മത്സ്യമാംസാദികളെല്ലാം ഉണ്ട്. ഏറ്റവും വളരെ സംച്വസ് ആയിട്ടുള്ള ഭക്ഷണമുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് രണ്ടും പെസഹ കുർബാന വിശുദ്ധ കുർബാനയുടെ സ്ഥാപനവും പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനമാണ് ഞങ്ങൾ വിശ്വസിക്കുകയും ഞങ്ങൾ ആചരിക്കുന്നത്. പക്ഷെങ്കിൽ ഇങ്ങനെയാണെങ്കിലും ഞങ്ങൾ ഹാശാഴ്ച കർത്താവിൻ്റെ പീഡാനുഭവത്തെ ആചരിക്കുന്നതുകൊണ്ട് ഞങ്ങളത് ഫീസ്റ്റായിട്ട് ആഘോഷിക്കുന്നില്ല. പെരുന്നാളിൽ ഏറ്റവും വലിയ പെരുന്നാൾ ഈസ്റ്ററാണ്. അതുകൊണ്ട് ഈസ്റ്ററിലെ ഞങ്ങൾ കഴിക്കുന്നു. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഒരു ജ്യൂസൊക്കെ എടുത്ത് വെജിറ്റബിൾസ് കഴിച്ചോളാം, നീ ഒന്നും വിചാരിക്കരുത്, ഞങ്ങളുടെ സഭയിലെ ക്രമീകരണം ഇങ്ങനെയാണെന്ന്. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അതിനുശേഷം ഞങ്ങളവിടെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ അങ്ങനെ ഒരു ട്രഡീഷൻ ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് അറിയാണ്, അത് നീ ഒബ്സർവ് ചെയ്തതിൽ എനിക്ക് അതിനോട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുർബാനയുടെ സ്ഥാപനം പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനം, ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട. പക്ഷെങ്കിൽ അതിനെ നമ്മൾ ആഘോഷമായിട്ട് ചെയ്യുന്നു. പക്ഷെങ്കിൽ സ്റ്റിൽ വി അബ്സ്റ്റെയിൻ ഫ്രം സർട്ടൻ ഫുഡ്, അല്ലെങ്കിൽ നമുക്ക് വർജനയുണ്ട്, ഉപവാസം ഇല്ലെങ്കിലും വർജനയുണ്ട് ഹാശ ആഴ്ചയിൽ എന്നുള്ളതാണ്. ഓക്കെ, ദുഃഖവെള്ളിയാഴ്ച എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വൈകാരികമായ ഒരു സന്ദർഭമാണ് നമ്മുടെ കബറടക്ക ശുശ്രൂഷ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? കബറടക്ക ശുശ്രൂഷ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. കബറടക്ക ശുശ്രൂഷ ശ്ലീബ വന്ദനത്തിന് ശേഷം ശ്ലീബാഘോഷം നടത്തി നമ്മൾ പള്ളിയുടെ മറയ്ക്കകത്ത് ഇട്ടു. പിന്നെ നമ്മൾ മറ തുറക്കുന്നില്ല, മറയുടെ ഉള്ളിലാണ് നമ്മൾ ഇറങ്ങുന്നത്. അതായത് ഈ നമ്മൾ ചൊറുക്ക ഉണ്ടാക്കിയിട്ടുണ്ട്, ആ ചൊറുക്ക കൊണ്ട് ഈ ശ്ലീബ കഴുകി ആ വെള്ളം ഒരു ബേസിൻ്റെ അകത്തിരിക്കും. എന്നിട്ട് അത് പനിനീര് കൊണ്ട് ഒഴിച്ച് കഴുകിയിട്ട് ആ വെള്ളം അതിൻ്റെ അകത്ത് ഒഴിക്കും. അതെന്നിട്ട് പഞ്ഞി കൊണ്ട് തുടച്ചെടുക്കും. എന്നിട്ട് ഈ ബേസൻ മാറ്റിയതിന് ശേഷം നേർത്ത നല്ല കോട്ടൺ തുണിയിൽ ഈ ശ്ലീബ വെക്കുന്നു. അതിൻ്റെ 5 സ്ഥലങ്ങൾ, തലയുടെ ഭാഗം, നെഞ്ചിൻ്റെ ഭാഗം, കൈയുടെ 2 ഭാഗം, കാലിൻ്റെ, അങ്ങനെ 5 സ്ഥലത്തായിട്ട് പഞ്ഞികൾ വെക്കും. അതിൽ സെൻറ്റ്, അതുപോലെ തന്നെ പനിനീര്, സുഗന്ധദ്രവ്യങ്ങൾ, ഈ കുന്തിരിക്കവും അതുപോലെ പലതരത്തിലുള്ള സുഗന്ധദ്രവ്യങ്ങൾ ചേർത്ത് അതിൽ വെച്ചിട്ട് വീണ്ടും ഒരു പഞ്ഞി വെച്ച് മൂടും. അതിനുശേഷം ഇത് നമ്മൾ തുണി കൊണ്ട് പൊതിഞ്ഞതിന് ശേഷം ഓശാനയുടെ കുരുത്തോലകൾ കൊണ്ട് നമ്മൾ അത് 3 സ്ഥലത്തായിട്ട് കെട്ടും. എന്നിട്ടാണ് അത് ദേവാലയത്തിൻ്റെ ത്രോണോസിൻ്റെ കിഴക്ക് വശത്തുള്ള കബറുമുറയുണ്ട്, അവിടെ കൊണ്ട് നമ്മൾ തെക്ക് വശത്തോട്ടായിട്ട് തല ഇരിക്കത്തക്ക രീതിയിൽ ചെരിച്ച് അത് ഈ വേദവസ്തുവോടെ വെച്ചിരിക്കും.
അതുപോലെ തന്നെ ഈ തിരിസ്റ്റാൻഡുണ്ടല്ലോ, മെഴുകുതിരി സ്റ്റാൻഡ്, അതൊരെണ്ണം വെച്ച് ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ നമ്മൾ വെള്ളത്തുണി കൊണ്ട് വിരിച്ചതിന് ശേഷം ഈ ഖബർ മുറി നമ്മൾ അടയ്ക്കാൻ വാതിലുണ്ട്. അതിനുശേഷം സാധാരണ നമ്മൾ ചെയ്യുന്നൊരു പതിവുണ്ട്, ഇത് സീൽ ചെയ്യാറുണ്ട്. ഈ നമ്മൾ ഈ പാക്കറ്റുകളൊക്കെ സീൽ ചെയ്യില്ലേ, എന്ന് പറഞ്ഞ പോലെ മെഴുക് ഉരുക്കി വെച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെ സീൽ ചെയ്യുന്നൊരു പതിവുണ്ട്. കർത്താവിൻ്റെ കല്ലറ സീൽ ചെയ്തതിന് അങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ കിഴക്ക് വശത്തും പടിഞ്ഞാറ് വശത്തുമായിട്ട് തിരികൾ കത്തിച്ചേക്ക്. സാധാരണ ഈ എണ്ണത്തിരി കത്തിച്ച്, എന്നിട്ട് അത് കെട്ടുപോകാതെ നമ്മൾ തിരിയിടുകയും എണ്ണ ഒഴിക്കുകയും അവിടെ ഈ പള്ളിയിൽ ശുശ്രൂഷക്കാരും അച്ഛന്മാരും ഒക്കെ സങ്കീർത്തനം വായിച്ചും പ്രാർത്ഥന ചൊല്ലിയും അത് കെട്ടുപോകാതെ നോക്കുന്ന ഒരു പതിവാണ് നമുക്കുള്ളത്. ഓക്കെ.